നല്ല നല്ല സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് കരോളിന ആൻഡ് സൗത്ത് കരോളിന. ഞങ്ങള് സൗത്ത് നോർത്ത് കരോളിനയിൽ ആഷ്വിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ കുന്നും മലയും നമ്മുടെ നാട്ടിലെ കുട്ടിക്കാനം മാതിരിയാണ് ഇരിക്കുന്നത്. തണുപ്പുണ്ട്, മഴയുണ്ട്, മഞ്ഞുണ്ട്. പക്ഷെങ്കിൽ അത് നമുക്ക് അസുഖമായിട്ടൊന്നും ഇല്ല. പക്ഷെ ഞങ്ങൾ താമസിച്ച ഈ നോർത്ത് കരോളിനായി താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് അടുത്ത മലയാളികൾ ആരുമില്ല. ഞങ്ങളുടെ ഏറ്റവും അടുത്ത പരിചയം ഉണ്ടായിരുന്ന മലയാളി എന്ന് പറഞ്ഞ 60 മൈല് ദൂരെയാണ്. ഗ്രോസറി മേടിക്കണമെങ്കിൽ ഞങ്ങൾ 3 മണിക്കൂർ 4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അറ്റ്ലാന്റിക്ക് പോകണം. അറ്റ്ലാന്റിക് പോയാണ് ഗ്രോസറി വാങ്ങിക്കുന്നത്. പോകുമ്പം പിന്നെ കുറെ വാങ്ങിച്ചുണ്ട്. ഒരു മാസം ഞങ്ങൾ പള്ളിയിൽ പോകുന്നതും അറ്റ്ലാന്റയിലായിരുന്നു. മാസത്തിൽ ഒന്നൊക്കെ ആയിരുന്നു പോകുന്ന. ആദ്യകാലങ്ങളിൽ എല്ലാ ഞായറാഴ്ച പോയിരുന്നു. പക്ഷെ അത് നടക്കില്ല. കാരണം പള്ളിയിൽ പോകുന്നത് വെളുപ്പിനെ 4 മണിക്ക് പോയെങ്കിലേ പള്ളി കുർബാനയുടെ സമയത്ത് അവിടെ ചെല്ലാൻ 3 hours ഡ്രൈവ് ഉണ്ട് വൺ വേ. അപ്പം വെളുപ്പിനെ പോകുന്നതുകൊണ്ട് പകുതി ഓടിച്ച ചെവിടിയിൽ റെസ്റ്റ് ഏറിയായി കിടന്ന് ഒന്ന് മയങ്ങിയ ചവിടിന് പോകുന്നു. എന്നാലും അച്ഛൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ പള്ളിയിൽ ചെല്ലും. അങ്ങനെ ഒരു ഇതുണ്ട് പള്ളിയിൽ. പിന്നെ ആയി ഇഷ്ടം പോലെ ആയി. ന്യൂയോർക്കിൽ ഒരു പള്ളി 85 വരെ. 2007 വരെ നോർത്ത് കരോളിനയില്, 7 മുതൽ 2019 വരെ സൗത്ത് കരോളിനയില്. അത് കഴിഞ്ഞിട്ട് ഇവിടെ മറ്റേടത്ത് ഞാൻ പറഞ്ഞല്ലേ 60 മൈലുണ്ട് ഒരു മലയാളി എന്ന് പറഞ്ഞ അയൽവക്കം പറയാൻ. മറ്റേടത്ത് പോയാൽ 3-4 ഫാമിലി ഉണ്ട് അവിടെ. ജോലിയിൽ തന്നെ റിട്ടയർ ആയി ഞങ്ങള്. 27 ഞങ്ങള് നോർത്ത് കരോളിൽ തന്നെ റിട്ടയർ ആയി കഴിഞ്ഞപ്പോ സൗത്ത് കരോളിനായിട്ട്. എവിടെയാ? സൗത്ത് കരോളിലായി അവിടെ താമസിച്ചു. ഹൂസ്റ്റനും പിള്ളേർ ഇവിടെയല്ലേ. മോൻ ഇവിടെയുണ്ട്, മോള് ഡാളസിലുണ്ട്. അതുകൊണ്ട് ഇനി പോകുന്നത്. ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ്. ഞങ്ങൾ പണ്ടേലോട്ട് വരണ്ടെന്ന് വെച്ച് സ്ഥലം. ഞങ്ങൾ വന്ന കാലം മുതല് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഇത്. ഇപ്പൊ ഡൽഹിക്ക് അവസാനം പോയതെന്നാണ്. എവിടെ? ഡൽഹിക്ക് അവസാനം പോയതെന്നാണ്. ഡൽഹിക്ക് പോയത് 10 വർഷമായ 10 വർഷം മുമ്പ് നമ്മൾ പോയതാണ്. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇന്നും വിളിക്കാൻ പറ്റിയ സുഹൃത്തുക്കളോ ഫാമിലിയൊക്കെ ഉണ്ടോ? ആരുമില്ല. അങ്ങനെ ഡൽഹിയിൽ നിന്ന് ആരെയും വിളിക്കാറില്ല. നാട്ടില് വിളിക്കാറുണ്ടോ ആരെയും? അനിയത്തിയുണ്ട്, എന്റെ ആങ്ങളയുണ്ട്, അവരെയൊക്കെ വിളിക്കും. കുടുംബക്കാരുണ്ട്. എന്റെ കുടുംബത്തെ എന്റെ കൊച്ചാങ്ങള് നേരെയുള്ളത്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? പുള്ളി ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. എന്തായിരുന്നു പുള്ളി? ബിസിനസ് ആയിരുന്നു. അച്ഛന്റെ ജ്വല്ലറി ഷോപ്പ് ഇപ്പോഴും ഉണ്ടോ? ടെക്സ്റ്റൈൽ ഷോപ്പ് ഇപ്പോഴും ഉണ്ടോ? ഇല്ല. അതെല്ലാം പോയി. ആരും ഇല്ല. അവരൊക്കെ മരിച്ചുപോയി. മൂത്ത ആങ്ങളമാരൊക്കെ മരിച്ചുപോയി. അമേരിക്കയില് സ്വന്തക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലെ? ആരാ ഉള്ളത്? അമേരിക്കയിൽ എന്റെ ഒരു ആങ്ങളയുണ്ട്, 2 ആങ്ങളമാരുണ്ട്. ന്യൂയോർക്കില്. അച്ഛന്റെ സ്വന്തം? എന്റെ ഒരു അനിയൻ ന്യൂയോർക്കിലുണ്ട്, ഒരാള് ഫ്ലോറിഡയിലുണ്ട്. അവരാരും ഹ്യൂസ്റ്റണിലോട്ട് ആരുമില്ല. വല്ലപ്പോഴും വന്ന് അനിയൻ വരും കാണാൻ. അവരൊക്കെ എല്ലാരും മെഡിക്കൽ ലൈനാണ്. എല്ലാരും ഒക്കെ റിട്ടയർ ആയി. എല്ലാരും റിട്ടയർ ആയി. ഇനി വല്ലപ്പോഴും ചേട്ടനെ കാണണമെന്ന് വെച്ചാൽ ആരെങ്കിലും വന്നെങ്കിൽ കാണാൻ. അമേരിക്കയിലെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. നമുക്ക് അടുത്തൊരു സമയത്ത് നമുക്ക് ഇരിക്കാം. കാരണം ഇത്രയും പറഞ്ഞതില് ആയിക്കോട്ടെ. ഇനി ഇത് തന്നെ അടുക്കും എഡിറ്റ് ചെയ്യുമോ? എന്റെ കൂട്ടത്തിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് അച്ഛൻ താമസിച്ചത്. അപ്പൊ അവർ രണ്ടുപേരും കൂടെ എന്റെ വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പള്ളിക്കാര്യത്തെ പറ്റിയൊക്കെ സംസാരിച്ചപ്പം അച്ഛൻ പറഞ്ഞ അച്ഛൻ കുർബാനയല്ല എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ എന്നെ വിളിച്ചു. എങ്ങനെയാ? അച്ഛൻ പറഞ്ഞു എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ നമ്മൾ 3 പേരേ ഉള്ളൂ. അച്ഛനോട് പറയും 3 പേർക്ക് വേണ്ടിയിട്ട് കുർബാനയില്ലാമെങ്കിൽ ചെല്ലാൻ പറഞ്ഞു. അച്ഛന് കുഴപ്പമൊന്നുമില്ല, 3 പേരാണെ 3 പേര്. അച്ഛനെ ഞായറാഴ്ച കുർബാനയല്ല. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യണം.
ഈ 3 പേരെ ഉള്ളൊന്നും കൊണ്ട് പള്ളി തുടങ്ങിയാൽ മതി. ഈ 3 പേരും പള്ളി വരും, വേറെ ആരും ഇല്ലെന്ന് വിചാരിച്ചാണ്. പക്ഷേങ്കില് ഞങ്ങളന്ന് ആൾക്കാരെ പള്ളിയിൽ കൂട്ടി. അത് ഞാൻ പറഞ്ഞല്ലോ, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ ആ കാലത്ത്, അതായത് 73, 74 കാര്യമാണ്. അവിടെ ഞങ്ങള് പള്ളി തുടങ്ങി. എന്നിട്ട് ഞങ്ങള് 3 പേരുള്ളവർക്ക് 3 പേർക്കും കാറുണ്ട്. ഞങ്ങൾ ഈ പെണ്ണുങ്ങളെ എല്ലാം കൊണ്ടുവന്ന് കയറ്റും. കാരണം പെണ്ണുങ്ങൾക്ക് ആർക്കും കാറില്ല, എല്ലാവരും വേറെ ആരുടെയും കൂടിയാണ്, അല്ലെങ്കിൽ എങ്ങനെയും ഒക്കെ. അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ പള്ളി തുടങ്ങി. അപ്പൊ പള്ളി ഞങ്ങൾക്ക് ഒരു കത്തോലിക്ക പള്ളിയുടെ ഒരു സൈഡ് ഫ്രീ ആയിട്ട് കിട്ടി. അവരുടെ കാപ്പിയൊക്കെ കുടിക്കുന്നിടത്ത് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയൊക്കെ ചെയ്യാൻ, ക്ലീൻ ചെയ്തേച്ച് പോയാൽ മതി, ഫ്രീ ആയിട്ട് കിട്ടി. അങ്ങനെ ഞങ്ങള് നടത്തി. അത് കഴിഞ്ഞ് ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങി. 10-20 പേരൊക്കെ ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾ പിന്നെ ഈ കൊണ്ടുവരവ് നിർത്തി. കാരണം എന്താന്ന് വെച്ചാൽ ആരെയാ കൊണ്ടുവരുന്നത്? മറ്റേത് ഞങ്ങള് നേരെ വെളുക്കുമ്പോഴേ ഇവളും അന്ന് എനിക്ക് എന്റെ കൊച്ചുണ്ട്, അവള് 4 കാല വലിയുന്ന സമയമാണ്. ആ തണുപ്പത്ത് കൊണ്ട് പള്ളിയിൽ കൊണ്ടിരുത്തി വെച്ചാൽ ഇവരെ എല്ലാം കൊണ്ടുവരാൻ പോകുന്ന, ഇവരെ എല്ലാം കൊണ്ടുവന്ന് പള്ളിയിലാക്കി വെച്ച് പിന്നെ അച്ഛനെ കൊണ്ടുവരാൻ പോണം. അച്ഛനും കാറില്ല. അങ്ങനെ കുറച്ചുനാൾ ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞപ്പം അച്ഛൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ എല്ലാരെയും കൊണ്ടുവന്ന് പള്ളിയിലാക്കി വെച്ച് അച്ഛനെ പിക്ക് ചെയ്യാൻ ചെല്ലുമ്പോ അച്ഛൻ അവിടെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. പിന്നെ അച്ഛൻ കുളിക്കണം, തോറണം, ഇത് കഴിഞ്ഞിട്ട് അതുവരെ ഞങ്ങൾ അവിടെ ഇരിക്കണം, ഇവരിവിടെ ഇരിക്കണം. ഇങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. 1-2 ഞായറാഴ്ച അങ്ങനെ ആയി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നടക്കല് ഈ പണി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അച്ഛനോട് പറയാം ടാക്സി എടുക്കുക. അപ്പൊ ടാക്സിയുടെ കാശം കൊടുത്താൽ മതി, നമ്മൾ മെനക്കെട്ടിരിക്കണ്ട. അങ്ങനെ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾക്ക് പൈസ ഉണ്ട്. കാരണം കാണിക്ക് ഷെയർ ഇടുന്നത് ആർക്കും കൊടുക്കണ്ട, അച്ഛനും കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട, കയ്യിലുണ്ട്. ഇങ്ങനെ കാപ്പി കുടിക്കാനുള്ള ചെലവ് അതിൽ നിന്ന് അങ്ങ് പോകും. അപ്പം ഇങ്ങനെ തീരുമാനിച്ചു. ഒരു ഞായറാഴ്ച വരുമ്പോൾ അച്ഛൻ പറയും, ഇന്ന് 550 ആയി, അല്ലെങ്കിൽ 6 ആയി, അതായിട്ട് അങ്ങ് കൊടുക്കും. അങ്ങനെ കൊടുത്തു. ഒരു പ്രാവശ്യം 550 പറയും, വേറെ ദിവസം 6 പറയും, വേറെ ദിവസം വേറൊന്ന് പറയാൻ. ഞാൻ പറഞ്ഞു, അത് എന്നൊന്നും അച്ഛനോട് കണക്ക് ചോദിക്കുന്ന ഒരു വൃത്തികേടല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഞായറാഴ്ച $10 വെച്ചങ്ങ് കൊടുത്തേക്കാം. അച്ഛൻ വരുമോ വരാതെ ടാക്സി എടുക്കുക, നടന്നു വരുമോ, എങ്ങനെയെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അന്ന് അത് കൊടുക്കാൻ തുടങ്ങി. അന്ന് മുതൽ അച്ഛൻ ട്രെയിനിന് വരാൻ തുടങ്ങി. കാരണം അച്ഛൻ താമസിക്കുന്ന വാതിൽക്കൽ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്, പള്ളിയുടെ വാതിൽക്കൽ അതിന് സ്റ്റോപ്പും ഉണ്ട്. അച്ഛൻ വരാൻ തുടങ്ങി. ഇനി അങ്ങനെ വന്നു. ആൾക്കാരും ഒക്കെ ഇങ്ങനെ വരാറായി. ഒരു 10-45 പേര് പള്ളിയിലായി. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഒരു കല്യാണം വന്നു. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കല്യാണം കഴിച്ചവരാണ്. നാട്ടിൽ വെച്ച് അവർ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് വന്നവരാണ്. പക്ഷേ അവരുടെ 2 പേരുടെയും വീട്ടിൽ അറിയാൻ നല്ലത്. അവര് ഡൽഹിയിലാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പം അവർക്ക് വീട്ടിലുകാരെ അറിയിക്കണ്ടേ, അതിനൊരു പള്ളിയിൽ അച്ഛൻ നിന്ന് കാണണം. അപ്പൊ അങ്ങനെ ഒരു കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അച്ഛനോട് പറഞ്ഞു. ഞാനായിരുന്നു ട്രസ്റ്റ്, വേറെ ഒരാൾ, ഈ 3 പേരില് ഞാൻ ട്രസ്റ്റ്, മറ്റേ പുള്ളി സെക്രട്ടറി, ഇങ്ങനെയാ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛനോട് പറ എന്ന് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, കല്യാണം നടത്താമെന്ന് പറഞ്ഞു. പക്ഷെങ്കില് ഈ അച്ഛനോട് ഇത് പറഞ്ഞ വിവരം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞില്ല. ഞാൻ ട്രസ്റ്റിയാണ്, മറ്റേ സെക്രട്ടറിയാണ്. ഇവരോട് 2 പേരോടും പറയണ്ടേ അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു? പറഞ്ഞില്ല. ഞങ്ങൾക്ക് സംഗതിയൊക്കെ അറിയാം, അച്ഛനോട് പറഞ്ഞ വിവരം അറിയാം, ഈ വിവരങ്ങളും അറിയാം, കല്യാണ ദിവസം അറിയാം. കല്യാണത്തിന് വിളിച്ചു, ഞങ്ങളും പോയി. കല്യാണത്തിൻ്റെ അന്ന് അച്ഛനും വന്നു. ഞാനായിരുന്നു പള്ളിയിലെ കപ്പിയാര്. മറ്റേ ട്രസ്റ്റ് എന്ന് പറയുന്ന പുള്ളി നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ശുശ്രൂഷക്കാരൻ. ഞങ്ങൾ 2 പേരും ദുബായിലും അച്ഛനും ഉണ്ട്. കല്യാണം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. പെണ്ണും ചെറുക്കനും കാണിക്ക ശേഖരം എന്നും പറഞ്ഞ് ഓരോ $1 അവിടെ ഇട്ടു. അച്ഛൻ 25 രൂപയും കൊടുത്തു. അതിനകത്ത് ഞങ്ങൾ തമ്മിൽ പിണങ്ങി. പള്ളിയിൽ വിളിച്ചു പറഞ്ഞില്ല. നിയമം അനുസരിച്ച് പള്ളിയിൽ വിളിച്ചു പറയണം കല്യാണം. വിളിച്ചു പറയാനുള്ള പേപ്പർ അവൻ കൊണ്ടുവന്ന് എൻ്റെ തന്നു, ഞാൻ അച്ഛൻ്റെ കൊടുത്തു. പക്ഷെ അച്ഛൻ വിളിച്ചു പറഞ്ഞില്ല. മനസ്സിലല്ലേ? അപ്പോൾ ഈ കല്യാണം എല്ലാം കഴിഞ്ഞപ്പോൾ
ഞാൻ ട്രസ്റ്റിയാണ്. ഞാൻ ക്വസ്റ്റ്യൻ, ഒരു കല്യാണം കഴിച്ചാൽ 2 രൂപ കിട്ടിയ പോരെ പള്ളിക്ക്. അച്ഛന് 25 രൂപ തന്നു. അച്ഛൻ അവനോട് പറയാ, നീ ഇത് എനിക്ക് തരണ്ട, പള്ളിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞാൽ അവൻ 25 രൂപ പള്ളിക്കും തന്നേനെ, 25 രൂപ അച്ഛനും തന്നേനെ ഇല്ലേ? അതുകൊണ്ട് ഇങ്ങനെ പള്ളി പോകാൻ പറ്റില്ല. അത് തന്നെയല്ല, കല്യാണം വിളിച്ചു പറഞ്ഞില്ല, അച്ഛൻ ട്രസ്റ്റിയോടും സെക്രട്ടറിയോടും പറഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. അച്ഛൻ ചൂടായി. അച്ഛൻ പറഞ്ഞു, എന്നോട് ആരെങ്കിലും കല്യാണം നടത്താൻ പറഞ്ഞാൽ ഞാൻ കല്യാണം നടത്തി കൊടുക്കും, അത് എൻ്റെ ഒരു അവകാശമാണ്, മറ്റേതാണ് മറിച്ചതാണ്. കല്യാണത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നാട്ടിലെ പള്ളിയുടെ പിന്നെ ലെറ്റർ. അങ്ങനെ ഞങ്ങള് തമ്മിൽ വഴക്കുണ്ടായി. ഞങ്ങൾ ഒരു ദിവസം കമ്മിറ്റി വിളിച്ചു കുട്ടി. അന്നേരത്തേക്കിന് അച്ഛൻ വലിയ കശാപ്പുകാരൻ വരുന്ന പോലെ അങ്ങനെ വന്ന് വെള്ളം ഉണ്ടാക്കി കമ്മിറ്റി തീരാതെ പോയി. അപ്പം അതോടുകൂടി ഞാൻ പള്ളിയിൽ നിന്ന് അങ്ങ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയില്ല. പിന്നെ അപ്പം പിന്നെ അച്ഛൻ കുർബാന്റെ വരുമ്പോൾ തൂക്കിട്ട് വീശാൻ ആരുമില്ല. ഞാൻ ഒരു ഞായറാഴ്ച അല്ലാതെ ആയപ്പോ മറ്റേ പുള്ളി പിന്നത്തെ ഞായറാഴ്ച വന്നില്ല. അങ്ങനെ വന്ന് ആൾക്കാർ മുഴുവൻ അങ്ങ് പിരിഞ്ഞു. ആ പള്ളി അതോടെ തീർന്നു, ആ ഒരു കല്യാണത്തോടെ. വെരിഫിക്കേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണമെന്ന് ചോദിച്ചാൽ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതിന് പിന്നെയും പോണം പിന്നെ ചാണ്ടിയറിൽ ചെല്ലാതെ അത് കിട്ടുകയില്ല. അപ്പോൾ എന്നാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ രാവിലെ വെള്ളം ഞങ്ങള് രാവിലെ ഞാൻ പറഞ്ഞു ഞാൻ പോയി മേടിച്ചോണ്ട് വരാം എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ എൻ്റെ പാസ്പോർട്ടും കൊണ്ടുപോയി. അവിടെ പോയി സെയിം തിങ് നായർ സാറിനെ പോയി കണ്ട്, സാറേ പാസ്പോർട്ടൊക്കെ എത്തി, ഇനി വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു, വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് 2 മണി കഴിഞ്ഞ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് 2 മണിയാകുമ്പോൾ വന്നേക്ക്, അന്നേരത്തേക്കിന് ശരിയാക്കിക്കാന്ന്. അവിടെ ചെന്നപ്പം എന്നുവെച്ചാൽ ഞാൻ സുഖമായിട്ട് പോയി ഒരു മാറ്റിനിയൊക്കെ കണ്ടു. ഉച്ചയ്ക്ക് ഊണും എല്ലാം കഴിഞ്ഞ് 2 മണിയായപ്പം പിന്നെ നേരെ നായർ സാറിൻ്റെ അടുക്ക് ചെന്നു. നായർ സാർ പറഞ്ഞു, അത് അവിടെ കൊടുത്തിട്ടുണ്ട്, പോയി മേടിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇവിടെയൊന്നും ഇല്ല, ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞ സാധനം ഇവിടെ ഇരിപ്പുണ്ട്, നീ എടുത്തു തരുന്നോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ വേറെ പണി നോക്കിക്കോളാം എന്നാണ്. അത് ഞാൻ ഇവിടെയൊന്നും ഇല്ല, നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇവിടെയെല്ലാം നോക്കിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു നായർ സാറാ പറഞ്ഞ ഇവിടെ ഇരിപ്പുണ്ടെന്നല്ലാതെ വേറെ ആരുമല്ല പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അവൻ തപ്പി നോക്കിയപ്പം അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മളായിട്ട് ഓട്ടം കിടക്കാനായി രോഗം. എനിക്ക് തപ്പിയെല്ലാം നോക്കി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിന്റേത് തരാം, മറ്റേത് തരികയില്ല, കാരണം ആള് വന്ന് വേണം മേടിക്കാൻ. ഞാൻ പറഞ്ഞു, ഞാനാണ് ഇത് 2ഉം കൊണ്ട് നായർ സാറിന്റെ കൊടുത്തത്, നീ തരുന്നോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി, തരുന്നില്ലെങ്കിൽ ഞാൻ നായർ സാറിനോട് മേടിച്ചോളാം എന്ന് പറഞ്ഞു. ആശാൻ എടുത്തു തന്നു. അവിടെയും ഒരിടത്തും കൈക്കൂലി കൊടുക്കാതെ നമ്മൾ രക്ഷപ്പെട്ടു. അന്നത്തെ രക്ഷപ്പെടിയില് ഈ പാന്റും സൂട്ടും ടൈയുമാണ്. ഹൈദരാബാദിൽ ഒരു ടൈലർ കമ്പനി ഉണ്ട്, അവിടെയായിരുന്നു. ഹോസ്പിറ്റലല്ല, ഒരു ഫാക്ടറിയാ. അവരുടെ ഡിസ്പെൻസറിയിൽ ഒരു നേഴ്സ് ഉണ്ട്. ആ നേഴ്സിന്റെ വേക്കൻസിൽ എവിടെയായി ഒറ്റ നേഴ്സ് മാത്രം. ഇനി അവിടെ ജോലി കിട്ടിയവരും കൂടെ പറയണം. അവിടെ ജോലി കിട്ടിയത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുമ്പോഴേ ടൈലറിൽ പറഞ്ഞാ പോയത്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു നേഴ്സിനെ ആയിരിക്കും, വരുമ്പം ജോലി വേണം ഇവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി കല്യാണം കഴിച്ചു. 1 മാസം അല്ല, കല്യാണം കഴിക്കാൻ പോകുമ്പോഴല്ല പറഞ്ഞ, കല്യാണം കഴിച്ചേച്ച് വന്നപ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ച ഒരു നേഴ്സിനെയാണ്, വരുമ്പം ജോലി വേണം, കാരണം അവിടെ ഒരു വേക്കൻസി വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് വന്നു. കഴിഞ്ഞപ്പോഴാണ് അവിടെ ആളെ എടുക്കുന്നത്. അപ്പം ഇവള് ആപ്ലിക്കേഷൻ കൊടുത്തു. അവിടുന്ന് ഇന്റർവ്യൂവിന് കാർഡ് അയച്ചു. ഇന്റർവ്യൂവിന് കാർഡ് അയച്ചിട്ട് ഇവക്ക് കിട്ടിയില്ല. ഇല്ല, മുക്കിയതൊന്നും അതിന് മുക്കിയൊന്നും ഇല്ല. അതാ എന്റെ രസം. അവിടുന്ന് സന്ധ്യ ആയപ്പോഴ് ഈ ഇന്റർവ്യൂ നടത്തുന്ന പുള്ളി ഒരാളെ പറഞ്ഞ് വീട്ടിൽ വിട്ടിരിക്കുന്നു. പുള്ളിക്കാരത്തെ കണ്ടില്ല, എന്താ വരാഞ്ഞ്
ഞാൻ പറഞ്ഞു ഇവിടുന്ന് പിന്നെ അതെ ഇന്റർവ്യൂവിന് കാർഡ് വന്നില്ലെന്ന്. എന്നാ കാർഡൊന്നും വേണ്ട, നാളെ ഇങ്ങ് വന്നേക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം അവിടെ ചെന്നു, ജോലിയും കിട്ടി. അത് ഒരു 8 hour shift ആണോ അതോ 10 hour shift ആണോ? 8 hour. 5 ദിവസം പോകണം. 5 ദിവസം പോണം, കറക്റ്റിന്റെ ഉള്ള ദിവസം മാത്രം. പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ജോലിയില്ല. അവിടെയുമായിരിക്കും എല്ലാവർക്കും ബാൻഡേഡ് ഒട്ടിച്ചിടണം. കൈ മുറിഞ്ഞെങ്കിൽ ഒരു ബാൻഡേഡ് കൊടുക്കണം, എല്ലാവരെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ വിടണം. ഇത്രയൊക്കെയല്ല. ഡോക്ടർ ഒരു ആഴ്ചയിൽ 1 ആൾക്കാരെയൊക്കെ കാണാനായിട്ട്. നല്ല സുഖം ജീവിതമായിരുന്നു. സുഖമായിരുന്നു. അതായിരുന്നു. ഞങ്ങൾ അവിടെ ആയിരുന്നെങ്കിൽ അങ്ങനെ ചേട്ടന്റെ ബസ്സുണ്ട്, കമ്പനിയുടെ ബസ്സില്. എത്ര പേരുണ്ട് അവിടെ? ഒത്തിരി കാണുമായിരിക്കും. എത്ര എനിക്ക് ഈ ഫാക്ടറി ഒക്കെ പരിചയമുള്ള അല്ലെ ആവശ്യം ഉണ്ടെങ്കിൽ പോവും. അവിടെ ഒത്തിരി പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കും. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ചില ഡയറക്ടേഴ്സ്, ചീഫ് എഞ്ചിനീയേഴ്സ് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ എന്റെ അടുത്ത് വരും ഓരോ കാര്യത്തിന്. വന്നു കഴിഞ്ഞാൽ ആദ്യമേ എന്റെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ അവിടെ വേക്കൻസി വല്ലതും ഉണ്ടോ? എല്ലാരും എന്റെ കസിനാ. എന്റെ ഒരു കസിനുണ്ട്, ഒരു ജോലി വേണം, ജോലി ഇല്ലാതിരിക്കാന്ന് പറയും. അങ്ങനെ എല്ലാവർക്കും ജോലി മേടിച്ചു കൊടുക്കും. അങ്ങനെ ഈ പാസ്പോർട്ട് എടുക്കുന്ന എത്ര നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ വന്നു? 1 വർഷം എടുത്തല്ലേ? എവിടെ? അമേരിക്കക്ക് വരാൻ വിസ സ്റ്റാമ്പ് ചെയ്യാന് 1 മാസം. ഞാൻ പറഞ്ഞില്ലേ, സെപ്റ്റംബറിൽ ഞങ്ങള് ആപ്ലിക്കേഷൻ കൊടുത്തു. സെപ്റ്റംബറിലല്ല, ഓഗസ്റ്റിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. സെപ്റ്റംബറില് പിന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഒക്ടോബറില് ഞങ്ങള് വിസ കിട്ടി ഇവിടെ വന്നു. അല്ലാതെ ഡൽഹിന്നാ പോകുന്നത്. അത് ഫ്ലൈറ്റ് ഓർക്കുന്നില്ല, സ്റ്റോപ്പ് അന്നൊക്കെ 3-4 സ്റ്റോപ്പ് ഒക്കെ. അറിയാം, ആംസ്റ്റർഡാം വഴിയോ അങ്ങനെയാ. ഏത് ഫ്ലൈറ്റ് അന്ന് ഓർക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് മുഴുവൻ, അതായത് അവധിക്കൊക്കെ പോകുന്നത് ഞങ്ങള് പാനാമ എയർലൈൻസിനാണ് പോകുന്നത്. പാനാമ എയർലൈൻസ് നല്ല സർവീസുമാണ്. കള്ള് ഇഷ്ടംപോലെ കുടിക്കാൻ കിട്ടും. 8 വർഷം കഴിഞ്ഞ്. രണ്ട് മക്കളായി. ഇവിടെ വന്ന് 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് മൂത്ത കൊച്ചുണ്ടായത്. 73 വന്നു. 75 മൂത്ത മോള് ഉണ്ടായി. കൊച്ചുമക്കളുണ്ട്. കൊച്ചുമക്കൾ ഒരു മകള് കോളേജിൽ പോറായി. മറ്റേ വേറെ പിള്ളേരൊന്നും ആയില്ല. മകൻ കല്യാണം കഴിച്ചില്ല. അവനും എന്റെ സ്വഭാവ കല്യാണം കഴിക്കുന്നില്ലെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അറിയാൻ മേല. വന്നാൽ നമുക്ക് പിടിപാടൊന്നുമില്ല, നമുക്ക് നോട്ടമൊന്നുമില്ല. സായിപ്പായാലും വേണ്ടില്ല, മദാമയായാലും വേണ്ടില്ല. ഫാമിലിയായിട്ട് ജീവിക്കണം എന്നൊരു ഇതുണ്ട് അവന്റെ. പക്ഷെ എല്ലാ ആഴ്ചയിലും ഇവിടെ വരും, അപ്പനെയും അമ്മയും കാണും, എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തു തരും, വല്ലയിടത്തും പോകണമെങ്കിൽ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ചെയ്യുന്നു. കുഴപ്പമൊന്നുമില്ല, ഉഴപ്പി നടക്കാറില്ല. അവന് ഒരു എഞ്ചിനീയറാണ്. ഇവിടെ വന്നാൽ പിന്നെ നിർത്തിയത്. നോർത്ത് കരോളിന വെച്ചെല്ലാം ഞാൻ ഓടിക്കുമായിരുന്നു. ജോലി ചെയ്ത കാലം മുഴുവൻ ഓടിക്കുമായിരുന്നു. അതല്ല, ഇവിടെ വന്നാൽ പിന്നെ ജോലിയൊന്നും ഇല്ലല്ലോ. ഞാൻ രണ്ടുപേരും കൂടെ ഒരു ഭാഗം പോകും. പിന്നെ അത് എനിക്ക് പണ്ട് മുതലേ ഒരു പിക്കപ്പ് ട്രക്ക് ഉണ്ട്. അത് ഓടുന്നൊന്നുമില്ല. 1 വർഷം കൂടി വന്നാൽ 2000 മൈൽ ചിലപ്പോ ഓടും. അത്ര അത് ഓടാറില്ല. കാരണം ഞങ്ങള് വണ്ടി മേടിക്കാൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് ന്യൂയോർക്കിലായിരുന്നു. അപ്പം ഞാൻ ഒരു ക്യാബിനറ്റ് വാങ്ങിച്ചു CSന്ന്. അത് കൊണ്ടുവരാൻ മാർഗമൊന്നുമില്ലായിരുന്നു. അത്രയും പിന്നെ കാറിന്റെ ഡിക്കിക്കകത്ത് കയറ്റി വെച്ച് കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ പുറകുവശം നിലത്ത് വഴി കിടന്ന് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞാണ് വന്നത്. അന്ന് തീരുമാനിച്ചൊരു ട്രക്ക്. അന്നേരം ജോലിക്ക് പോകാൻ 2 വണ്ടി വേണം. ഒന്ന് ഇവൾ ഓടിക്കും, അപ്പം ഞാൻ ട്രക്കും കൊണ്ട് ജോലിക്ക് പോകും.
കൃഷി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കൃഷി താല്പര്യമുണ്ടോ? കൃഷി താല്പര്യമുണ്ട്. ഈ വർഷം കൃഷി ഒന്നും ചെയ്യുന്നില്ലെന്നും കൊണ്ടിരിക്കുകയാണ്. സാധാരണ എൻ്റെ ഈ പകുതിക്കലറ്റം കൃഷിയാണ്. കാരണം പാവലും പടവലും ഒക്കെ ഇട്ടിട്ട് ഈ പന്തലിടുന്നത് ഇങ്ങോട്ടായിരുന്നു. ആ പന്തലിടുന്നത് ഇങ്ങോട്ടാക്കുമ്പം ഇവിടുത്തെ പുല്ലും ഒക്കെ പോകും. അതുകൊണ്ട് പിന്നെയും കൃഷി നിർത്തി ഇനി ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. എന്നിട്ടും കൊണ്ട് അതിനകത്ത് കൊണ്ട് കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞളുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, കപ്പ രണ്ടും കൂടി ഇട്ടിട്ടുണ്ട്. പാവലൊന്നും ഇടാൻ സ്ഥലമില്ല. പയർ വെക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഇവിടെ ചട്ടി നിരത്തി വെച്ച് അതിനെ ചട്ടിക്കകത്ത് വെച്ചിരിക്കുക. കാരണം ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ രണ്ടുപേർക്ക് തിന്നാൻ എന്തുമാത്രമേ ഉണ്ടാകുന്നത്. അതേസമയം ഞങ്ങള് നോർത്ത് കേരളയിൽ വെച്ചാണെങ്കിൽ ഒരു 1/2 ഏക്കർ സ്ഥലത്തോളം ഉണ്ടായിരുന്നു. അവിടെ മലയാളികളൊന്നും ഇല്ല. പക്ഷെങ്കിൽ ഞങ്ങളുടെ അവിടുന്ന് പച്ചക്കറി പറിക്കാനായിട്ട് 3-4 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ വലിയ ഗാർബേജുമായിട്ട് വരുമായിരുന്നു. എല്ലാം നിറച്ച് പറിച്ചോണ്ട് പോകും. കാരണം ഒരു 1/2 ഏക്കർ സ്ഥലത്തോളം തക്കാളിയൊക്കെ ഒരു 10, 20, 25 മൂട് കാണും. അത് കാണും. പയറ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പാവയ്ക്ക ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവര് പറിച്ചോണ്ട് പോകുമായിരുന്നു. പള്ളിയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പള്ളിയായിട്ട് ബന്ധപ്പെടണമെന്ന് വലിയ ആഗ്രഹമില്ല ഇപ്പം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇരിക്കുന്നിടം ദേവാലയമാണ്. ഇവിടെ ഇരിക്കും. ഞങ്ങള് വൈകിട്ട് പ്രാർത്ഥിക്കും, പാട്ടുപാടും, പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യും. സൺഡേയിൽ ഞങ്ങൾ ടിവിക്കകത്ത് കുർബാന കാണും. ഇന്നും ഞങ്ങള് പിന്നെ പറയുന്ന കാലുവഴിച്ച പെസഹ വ്യാഴാഴ്ചയുടെ ഇത് കണ്ടുവച്ചിരിക്കുകയാണ്. ഇപ്പോ പള്ളിയിൽ പോകാത്തതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ പള്ളിയുണ്ട്. പള്ളി ഞാൻ മെമ്പർ ആയിരുന്നു. ഇപ്പൊ മെമ്പർഷിപ്പ് ഒക്കെ പോയി. അത് പൊക്കോട്ടെ എന്ന് വെച്ച് വിട്ടതാണ്. പള്ളിയായിട്ട് ഞാൻ പള്ളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ വെച്ച് പള്ളികൾ ഉണ്ടായിരുന്നു. അന്ന് പള്ളിക്ക് അവിടെ പള്ളികളില്ലായിരുന്നു. എക്യുമിനിക്കൽ ചർച്ച് എന്നും പറഞ്ഞ ഒരെണ്ണേ ഉണ്ടായിരുന്നു. അത് ഏതച്ഛനാണ് പിന്നെ സൗകര്യം എന്നാൽ അന്ന് ചെല്ലുക. കത്തോലിക്ക അച്ഛനാണ് കത്തോലിക്ക, യാക്കോബായാണ് യാക്കോബ, അല്ലാത്തവരാണ് അല്ലാത്ത. അങ്ങനെ ഒരിത് നടന്നു. അത് കഴിഞ്ഞ് പിന്നെ പള്ളികളായി, അച്ഛന്മാര് വരാൻ തുടങ്ങി. അവിടെ ചെന്ന് അവിടെ മെത്രാപ്പൊലീത്ത അരമനയാകുന്നതിനും മെത്രാപ്പൊലീത്ത ആകുന്നതിന് മുമ്പ് അടിയുണ്ടായി. പള്ളിക്കാര് ബാവ കക്ഷി, മെത്രാൻ കക്ഷി, മറ്റേ കക്ഷി, ഈ കക്ഷി അതിനൊക്കെ ഇൻവോൾവ് ചെയ്തു. 1, 2, 3 പള്ളി ഉണ്ടാക്കാൻ ഞാൻ മുൻകൈ എടുത്ത് ചെയ്തതാണ്. അതില് 2 പള്ളി ഇപ്പോഴും കാണും. പക്ഷേ ഒരു പള്ളി ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ തല്ലിപ്പൊളിച്ചു. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഒരച്ഛൻ വന്നു നാട്ടിൽ നിന്ന് വന്ന് ഞങ്ങള് നായുടെ കൊടുത്തേച്ച് പോന്നു. അവിടെ മതിയാണ് പറയണ്ടേ? എന്റെ പേര് കുഞ്ഞുമോള, വീട്ടിൽ വിളിക്കുന്നത്. ഒഫീഷ്യൽ നെയിം മേരീസ് കറിയ. പിന്നെ നാട് പുതുപ്പള്ളി. പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ എരമല്ലൂര്. അവിടെ എന്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്. എനിക്ക് 9 ബ്രദേഴ്സും സിസ്റ്റേഴ്സ് എല്ലാം സിബ്ലിംഗ് ഉണ്ട്, 9 പേര്. മൂത്തവരെ എല്ലാരെയും കെട്ടിച്ചൊക്കെയായിരുന്നു. പിന്നെ ബാക്കി ഉള്ളവരൊക്കെ ഒരാങ്ങളെ ജബൽപൂര് ജോലിക്ക് പോയി. മറ്റവരൊക്കെ നാട്ടിൽ പഠിക്കുകയായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കോളേജിൽ പോയി 1 വർഷം. BCM കോളേജിൽ പോയി 1 വർഷം. പിന്നെ തോറ്റുപോയി. എന്നെ പഠിക്കാൻ പറ്റിയത് അന്ന് പ്രീ ഡിഗ്രി അല്ലായിരുന്നല്ലോ, 1 വർഷം. ആ 1 വർഷം പഠിച്ചും പിന്നത്തേന് തോറ്റുപോയപ്പോ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോണില്ലെന്ന് പറഞ്ഞു. നീ നഴ്സിംഗിന് പോയി. ആ ഗ്രൂപ്പും കുന്തമൊന്നുമില്ല. അവിടെ 1 വർഷം പഠിച്ചു. കോളേജിൽ പോകുന്നതിന് എല്ലാരും പോയ പോലെ ഞാനും ഒന്ന് കോളേജിൽ പോയി. എന്നുവെച്ചാൽ പിന്നെ അവിടുന്ന് വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോണില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് ഞാൻ പറഞ്ഞു മൂത്ത ചേർത്തിമാരി എല്ലാം കെട്ടിച്ചു. അവർക്കെല്ലാം പിള്ളേരും എല്ലാം ഉണ്ട് എല്ലാരും. പിന്നെ എന്റെ ഇളയത്തങ്ങളൊക്കെ ആയിരുന്നു. കോളേജിൽ നിർത്തിയേച്ച് ഞാൻ പറഞ്ഞു ഞാൻ പോണില്ലെന്നു. ഞാൻ ഈ നഴ്സിംഗിന് പോവാന്ന് പറഞ്ഞു.
അങ്ങനെ നേഴ്സിങ്ങിന് അതെന്തുകൊണ്ടാണ് പറയാൻ കാര്യം? പഠിക്കണ്ടല്ലോ എന്നോ. ഓക്കെ. നേഴ്സിങ്ങിന് അന്ന് എന്റെ വിചാരം പഠിക്കണ്ട, ഈ ഹോസ്പിറ്റലൊക്കെ ചെന്ന് ആൾക്കാരെയൊക്കെ കുളിപ്പിക്കുകയോ മരുന്ന് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി. നഴ്സിങ്ങിന് ഇങ്ങനെ പഠിക്കണമെന്നും പരീക്ഷ ഉണ്ടെന്നും ഇതൊന്നും എനിക്ക് അറിയത്തില്ല, യാതൊന്നും അറിയത്തില്ല. ഞാൻ വിചാരിച്ചു നഴ്സിങ്ങിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പൊ എന്റെ വിചാരം ചുമ്മാ അവിടെ ചെന്നവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഒക്കെ മരുന്നൊക്കെ കൊടുത്ത് ഇട്ടാ മതി, വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. അവിടെ പഠിക്കാനും ഇല്ലെന്ന വിചാരം. ഞാന് പിന്നെ 65 ഇവിടെ പോയി, ജബൽപൂര് നഴ്സിങ്ങിന് പോയി. അവിടെ പോയി നഴ്സിംഗ് പാസ്സായി. ജബൽപൂർ മെഡിക്കൽ 65 തൊട്ട് 68 വരെ 3.5 വർഷം. 68 3.5 വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് പാസ്സൊക്കെ ആയി. നഴ്സിംഗ് പരീക്ഷ ഞങ്ങൾക്കൊക്കെ ഇംഗ്ലീഷിലായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷിലായിരുന്നു. ജബൽപൂര് പഠിച്ചു, പരീക്ഷ എല്ലാം പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പോസ്റ്റിങ് വരുമ്പം വില്ലേജിലേക്കൊക്കെ ആയിരുന്നു. അപ്പം പോസ്റ്റിങ് ഒരു വലിയ വില്ലേജിൽ. അപ്പൊ അതിന്റെ അങ്ങ് എവിടെയാണ് ജബൽപൂര് തന്നെയായിരുന്നു. ഇറങ്ങാണ്ട് ഉള്ളിലോട്ടെങ്ങാണ്ടായിരുന്നു. അപ്പൊ എന്റെ ആളെ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി അവിടെ ജോലിയായിരുന്നു കമ്മേറിയായില്, ജബൽപൂര് തന്നെ. പുള്ളി അവിടെ ഓർഡിനൻസ് ഫാക്ടറിയിലായിരുന്നു. അന്നേരം പുള്ളി പറഞ്ഞു നീ ജോലിക്കൊന്നും പോകണ്ട, വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് അവിടെ ബോണ്ട് കൊടുക്കണം. പുള്ളി കൊണ്ട് ബോണ്ട് ഞങ്ങൾക്ക് 3000 രൂപ ബോണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു പുള്ളിയോട് പറഞ്ഞു വീട്ടിൽ പൊക്കണം. സർട്ടിഫിക്കറ്റും എല്ലാം വരും. ആ ബോണ്ട് കൊടുത്തു കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും. അതുകൊണ്ട് വീട്ടിൽ വന്നു. പിന്നെ അവിടുന്ന് ഞാൻ നാട്ടില് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു, എറണാകുളത്ത്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലോ? അല്ല, പ്രൈവറ്റിലായിരുന്നു. ലൂർദ് ഹോസ്പിറ്റൽ. അവിടെ ലൂർദ് ജോലി ചെയ്തു. അന്ന് അത് ഞങ്ങൾ എന്ന് വെച്ചാൽ 1 വർഷം കഴിഞ്ഞ മറ്റത് 1 വർഷം ആയുള്ളായിരുന്നു. അത് ഇറ്റാലിയൻകാരുടെ ആയിരുന്നു, ഇറ്റാലിയൻ സിസ്റ്റേഴ്സിന്റെ ആയിരുന്നു അത്. ഞാനെന്താ ഓർത്തഡോക്സാ. അത് അവിടെ ഓർത്തഡോക്സ് ഒന്നുമില്ല. അവിടെ ഞങ്ങൾ പോകുമ്പോൾ അവിടുത്തെ പള്ളിയിലൊക്കെ അല്ലേ പോകും. ഓർത്തഡോക്സ് പള്ളിയിലൊന്നും അവിടെ ഹോസ്റ്റലിൽ നിന്ന് സിസ്റ്റേഴ്സ് കൊണ്ടുവന്നു. പിന്നെ അവിടുന്ന് പിന്നെ ഇത് കഴിഞ്ഞു 65, 68 ആയപ്പം ബോണ്ടും കൊടുത്തു വീട്ടിൽ പൊക്കോളാം. വീട്ടിൽ വന്നു. ലൂർദിലെ കഴിഞ്ഞില്ല, ലൂർദ് ജോലി ചെയ്ത ലൂർദ് കയറി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ 71 കല്യാണം. കല്യാണാലോചന ഒന്നും എന്റെ അമ്മയുടെ അനിയത്തിയെ കല്യാണം ആലോചിച്ച് പെണ്ണെ കാണാതെയാ പെണ്ണിനെ കെട്ടിയത്. അല്ല, പെണ്ണിനെ കെട്ടിയത് പെണ്ണെ കണ്ടേച്ചാ കെട്ടിയ. പെണ്ണ് ചെറുക്കനെ കണ്ടില്ല. ഇനി അവിടെ മുതൽ ഞാൻ പറയാം. അങ്ങനെ വീട്ടുകാരൊരു 3-4 കല്യാണങ്ങൾ ഇങ്ങനെ ആലോചിച്ച പെണ്ണുങ്ങളൊക്കെ ആലോചിച്ച അതിൽ ഒന്ന് ഇത്. ബാക്കി ഉള്ള കല്യാണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ പോയില്ല ആരെയും പെണ്ണുങ്ങളെ. എല്ലാവരുടെയും കാണാൻ പോവും. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് കേട്ടപ്പോൾ അതിലൊന്നിനെയും എനിക്ക് പിടിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിടത്ത് നിന്ന് ഒരാള് ലക്ഷക്കണക്കിന് സ്ത്രീധനം തരും, വിദ്യാഭ്യാസമാണ്, MSc വേദാന്തെല്ലാം ഉണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. ഹിന്ദി വിദ്വാന്, MSc, പിന്നെ ടൈപ്പ്, ഷോർട്ട് ഹാൻഡ്, തയ്യല്, വേറൊരാള് സാറ് സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എന്റെ ക്വസ്റ്റ്യൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ റിട്ടയർഡ് ആർമിക്കാരൻ, അതെ റിട്ടയർഡ് അല്ല, അവിടുന്ന് എക്സ് സർവീസ്മാന്, 10ാം ക്ലാസ്സും പുസ്തകങ്ങളും ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ കല്യാണം കഴിക്കാൻ ഒരു MSc കാര്യത്തിൽ സമ്മതിക്കാൻ കാര്യമുണ്ട്? എന്താ എന്റെ ക്വസ്റ്റ്യൻ. അത് അങ്ങനെ ആ വഴിക്ക് പോയി. അവരുടെ വീട്ടിൽ എന്റെ ഫാദർ നോക്കുന്നതെന്നു വെച്ചാൽ, ഫാദർ കൃഷിക്കാരനായതുകൊണ്ട് പുള്ളി നോക്കുന്ന അവരുടെ വീട്ടിൽ കൃഷിയുണ്ടോ, അവിടെ കാച്ചിലുണ്ടോ, ചേനയുണ്ടോ, കപ്പയുണ്ടോ,
അങ്ങനെയാ നോക്കുന്നത്. വേറൊരെണ്ണത്തിനെ ആലോചിച്ച് വന്ന ഒരു സ്കൂൾ ടീച്ചറാണ്. അവളെ പോയി കണ്ട്, നല്ല പെണ്ണാണ്. രാവിലെ പശുവിനെയൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് അതിനെ കറന്ന് പാലൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുത്തേച്ച് അങ്ങനെ പോവും. അപ്പോഴത്തെ എൻ്റെ ചോദ്യം, രാവിലെ പെണ്ണ് പശുവിനെയും കറന്ന ഇതും കൊടുത്ത് പൊതിയും കെട്ടി സാരി കൊടുത്ത് പോകുമ്പോൾ ഞാനൊരു കച്ചക്കൂറുകൊണ്ട് കൊടുത്തത് തൊപ്പിപ്പാളയും വെച്ചോണ്ട് നമ്മൾ ഇതിലെ അവിടെ പോകും, അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം ഇവിടെ ആലോചിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഫാദർ ഇവിടെ ഒരു ആങ്ങളെ എന്റെ ഫാദറിന്റെ ഒരു ഫ്രണ്ടാണ്. അതായത് അവര് ചെറുപ്പം മുതലേ അറിയാം, എനിക്കും അറിയാം ചെറുപ്പം മുതലേ, അവർക്ക് എന്നെ അറിയാം ഈ ഇവിടെ ആങ്ങളൊക്കെ. കാരണം പുള്ളിക്കാരൻ അവിടെ ജൗളിക്കടയായിരുന്നു, അവിടെ നിന്നാണ് ഈ തുണിയൊക്കെ എടുക്കുന്നതും അങ്ങനെ പരിചയപ്പെട്ട. അല്ല പാമ്പാടി. അപ്പോഴേ ഞങ്ങള് പാമ്പാടിയില്ലേ, ഞങ്ങള് എന്തൊക്കെയൊക്കെ പോകുന്നു. അപ്പോഴേ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു കല്യാണാലോചന വന്നു. ഫാദറിന് പക്ഷെ അത് ഇഷ്ടമില്ലായിരുന്നു. ഇഷ്ടമില്ലാഞ്ഞ മറ്റൊന്നുമല്ല, ഇവരുടെ വീട്ടിൽ വാഴപ്പുരയില്ല, തേങ്ങായും ഇല്ല, ഒരു കുന്തവും ഇല്ല, അതുകൊണ്ട് വേണ്ട. അപ്പം അങ്ങനെ കുമ്പംപടം. എന്നിട്ട് അപ്പം ഞാൻ പെണ്ണ് കാണാൻ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞു ഇത് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അവസാനം ഫാദറിന് ഇഷ്ടമില്ല എന്നുള്ളത് അറിയാം. അത് കഴിഞ്ഞ് ഞങ്ങള് ഏതായാലും പെണ്ണിനെ കാണണമല്ലോ, അതിന് പോയി. ഇവിടെ അമ്മയുടെ അനിയത്തി എറണാകുളത്തുണ്ട്, പുള്ളിക്കാർക്ക്. അപ്പം ഇപ്പൊ അവിടെയല്ലേ ഇങ്ങേര്. ഈ പുള്ളിക്കാരത്തിയോട് പറഞ്ഞില്ല ഇങ്ങനെ ഒരു ചെറുക്കൻ കാണാൻ വരുന്നുണ്ട്, അത് പറഞ്ഞില്ല. പിന്നെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് എല്ലാം പറഞ്ഞു. ഞാൻ പോയി അവിടെ ചെന്ന് ട്രെയിനുണ്ട്. 71 കല്യാണം നടക്കുന്നത്. അപ്പൊ ഞാൻ പോയി. ഇവിടെ ഇളയ ആങ്ങളെയും കൂട്ടിക്കൊണ്ടാവുന്നത്. ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ വഴി തെറ്റിപ്പോയി. കാരണം ഇളയ ആങ്ങളയ്ക്ക് വഴി ശരിക്കും അറിയാൻ മേല. കാരണം ഈ കടത്തൊക്കെ കയറി വേണം പോവാൻ. എനിക്ക് അപ്പോഴ് അവിടെ ഞങ്ങള് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ 2 കൊച്ചു പിള്ളേർ അവിടെ ഇരുന്ന് വട്ട് കളിക്കുന്നുണ്ട്. ഒരു നെല്ലിയുടെ ചുവടിലിരുന്ന് വട്ട് കളിക്കുന്നു. കഴിഞ്ഞ് വീട്ടിലോട്ടാ പോയത്. അപ്പൊ എന്റെ വിചാരം പെണ്ണ് വീട്ടിലായിരിക്കും എന്നുള്ളതാണ് എന്റെ മനസ്സിലായി. പെണ്ണ് എവിടെയാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ചെല്ലുന്ന വിവരം ഇവളോടും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു. കൊച്ചമ്മയുണ്ട്, പാപ്പനില്ല. പാപ്പൻ ബിസിനസ്സുകാരനാ, പുള്ളിയുടെ കടയില. അങ്ങനെ ഞാൻ പട്ടവും നീളവും നോക്കി. വേറെ ആണുങ്ങളാരും ഇല്ല പറയാൻ, അവിടെ വർത്താനം പറയാൻ ആരുമില്ല. കൊച്ചമ്മയേ ഉള്ളൂ. കൊച്ചമ്മ വന്നു, ഞങ്ങള് തമ്മിൽ വർത്താനമൊക്കെ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞും മറിഞ്ഞും അടുക്കളയിൽ കൂടെ നോക്കുന്നുണ്ട്, പെരിയമ്പുറത്തൂടെ നോക്കുന്നുണ്ട്. കാണുന്നില്ല. ഇപ്പം വരുമെന്നും കൊണ്ടിരുന്ന് ഉച്ചയായപ്പം പറഞ്ഞു നമുക്ക് ചോറുണ്ണാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ തന്നെയും ചോറും കൊണ്ട് വരുമായിരിക്കും എന്നും കൊണ്ട് അതിലൂടെ നോക്കിയിരുന്നു. അതും കണ്ടില്ല. അതിലൊക്കെ വലിയ രസം ഉണ്ടായത്, ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് ഇരിക്കാൻ തന്ന കസേരയാണ്. ഒരു കാലം ഒടിഞ്ഞതായിരുന്നു, 3 കാലം. അപ്പം ഞാൻ ഒരുതരം ബാലൻസ് ഒക്കെ പിടിച്ച് അവിടെ ഇരുന്നു. ഏതായാലും എനിക്ക് ഈ കല്യാണത്തിന്റെ രീതി ഒന്നും അറിയാൻ മേലല്ലോ. സാധാരണ ചെന്ന് കഴിഞ്ഞ് പെണ്ണിനെ ഒന്നും കാണിക്കാതെ ചോറുണ്ണാൻ പറഞ്ഞ ആരും ഒന്നുമില്ല. നമ്മൾ കയറി ആടി ഊണുമൊക്കെ കഴിഞ്ഞ് പെണ്ണിനെ പിന്നെയും കാണുന്നില്ല. ഊണെല്ലാം കഴിഞ്ഞപ്പോഴാണ് കൊച്ചമ്മ പറഞ്ഞ അവൾ ഇവിടെ ഇല്ല, അവൾ ഹോസ്പിറ്റലിൽ, നമുക്ക് അവിടെ പോയി കാണുന്നെന്ന്. എന്നത് ഒന്നുമില്ല. ഞങ്ങളവിടെ ചെന്ന് ഞങ്ങൾ വർത്താനം പറയുന്നു. പെണ്ണെന്തിയെന്ന് ഞാൻ ചോദിക്കുന്നുണ്ടോ? ഞാൻ എങ്ങനെയാ ചോദിക്കുന്നത് പെണ്ണെന്തിയെന്ന്?
എനിക്ക് പെണ്ണിനെ കാണണമെന്ന് പറയാ. എന്നിട്ട് ഉച്ച ഉച്ചയായി ഊണ് കഴിഞ്ഞു. ഊണ് കഴിഞ്ഞ പറഞ്ഞ അവള് കൂട്ടിയില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് അവിടുത്തെ റിസപ്ഷനിൽ പോയി അവിടെ ഇരുന്നു. ഇവളെ കാണണമെന്ന് പറഞ്ഞു. ഇവള് കിടന്ന് ഉറങ്ങായിരുന്നു. ഉച്ചയ്ക്ക് ജോലിയും കഴിഞ്ഞ് ഇവർക്ക് ലഞ്ച് ടൈമില് സമയമുണ്ട് കുറച്ച് നേരം കിടക്കാൻ. ആ സമയം കിടന്ന് ഉറങ്ങായിരുന്നു. ഇവളെ ചെന്ന് വിളിച്ച് ഒറ്റമ്മയെ കണ്ട ഉടനെ ഒരു സാരി എടുത്ത് അവളെലോട്ട് ഇട്ടുകൊണ്ട് വന്നു. ഞാനിവിടെ ഇരിക്കുന്നു. ഇവിടെ വന്ന് നിന്നുകൊണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നിട്ടും ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എന്തോ ആ സംഗതി. ആങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ആങ്ങളെ, അവൻ കുഞ്ഞുകാച്ചിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നു. അവനൊന്ന് കോളേജിൽ പോയില്ല എന്ന് തോന്നുന്നു. എവിടെയെങ്കിലും ആട്ടെ പോട്ടെ. ഏതായാലും അവിടെ നിന്ന് കൊച്ചമ്മ ഇവിടെ ഇരുന്നു. അപ്പൊ ആങ്ങളെ ഇവിടെ ഇരുന്നു, ഞാൻ ഇവിടെ ഇരുന്നു, ഇവളിവിടെ നിന്നു. ഏതായാലും വന്നപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല, എന്റെ അടുക്കള നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നുവെച്ചാ കൊച്ചമ്മ പറഞ്ഞു, എന്നാ ഇനി നിങ്ങൾ വർത്തമാനം പറയുന്നു പറഞ്ഞ കൊച്ചമ്മ അനിയെയും വിളിച്ചോണ്ടാൻ പോയി. എന്നിട്ട് ഇവിടെ തലവന്റെ ക്ലിക്ക് ചെയ്തില്ല. എന്നിട്ട് ദേഷ്യത്തിലൊന്നും അല്ല നോക്കി, അവള് പേഷ്യന്റ് നമ്മളെ കാണിക്കാൻ കൊണ്ടുവന്നാണ്. ഏതായാലും അങ്ങനെ ഞങ്ങൾ അരമണിക്കൂർ നേരം വർത്താനം പറഞ്ഞു. വർത്താനം പറഞ്ഞു. പുള്ളിയുടെ വഴിക്ക് പോയി. ഞാൻ ഇറങ്ങിക്കൊടുത്തു. ഇല്ല, ഹിന്ദി ഒന്നും പറഞ്ഞില്ല. ഹിന്ദി പറഞ്ഞില്ല, ഒന്നും അനാവശ്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്നുവെച്ചാ പുറത്ത് വന്നു. കൊച്ചമ്മ എന്നോട് ചോദിച്ചു എന്നാ പറയുന്നു കണ്ടിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാ നമുക്ക് ഓരോ ഐസ്ക്രീം മേടിച്ചു തിന്നാന്ന് പറഞ്ഞ കല്യാണം കണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ടതിന് കിട്ടിയത് ഒരു ഐസ്ക്രീം. എന്നിട്ട് ഐസ്ക്രീം മേടിച്ചു തിന്നു. കൊച്ചമ്മയുടെ വഴിക്കും പോയി, ഞാൻ എന്റെ വഴിക്കും പോന്നു. ഇത് ഞങ്ങള് കാണുന്ന ആ ആഴ്ചയിൽ ഞായറാഴ്ച കല്യാണം. എവിടുന്ന് ഇവളോട് പറഞ്ഞു നീ വീട്ടിലോട്ട് വാന്ന് പറഞ്ഞു. ഇവള് വീട്ടിലോട്ട് വന്നു. അവിടെ വന്ന് തുണി എടുക്കാൻ പോയി. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു തുണി എടുക്കാൻ പോകുമ്പോൾ ഞാനും വരുന്നുണ്ട്, ഒന്നുകൂടെ കാണണം ഇവളെ എങ്ങനെയുണ്ടെന്ന്. ഇവളവിടെ വന്നപ്പോ ആകെപ്പാടെ പേടിച്ചു പോയി. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുണി എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേ കുറെ പെണ്ണുങ്ങൾ അവിടെ വന്നു. ഞാൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടതാ. ഇവരെ വല്ലവരും കണ്ടിട്ടുണ്ടോ? ഇടാ എന്നും പറഞ്ഞ് അങ്ങനെ പോയി കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ആ സൺഡേ എനിക്ക് തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞു കല്യാണം നടന്നാലും നടന്നില്ലെങ്കിൽ ഞാൻ ഇന്ന ദിവസം തിരിച്ചു പോകും. പോയാ പിന്നെ കല്യാണം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് ഇത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചാൻ ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് ഷേവ് ചെയ്യുന്നു. ഉടനെ തന്നെ വേറൊരാളെ പറഞ്ഞു വിടുന്നു. അപ്പന്റെ വേറൊരു കസിനുണ്ട്, അവിടെ പറഞ്ഞു എളുപ്പം ഒരുങ്ങിക്കോളാൻ പറ. എല്ലാരും ഇങ്ങനെ ആള് വിട്ട് പറഞ്ഞ് എല്ലാരും കൂടെ പോയി കണ്ടു. വീട്ടുകാർ നേരത്തെ അറിയും. എന്റെ അപ്പനും ഇവരുടെ അപ്പനും എന്റെ അപ്പനും ഇവരുടെ അപ്പനും ഒക്കെ നേരത്തെ അറിയും. പിന്നെ എന്നെ മാത്രമേ ആരും കാണാതെയുള്ളൂ, ഇവളെ ആരും കണ്ടിട്ടില്ല. ഏതായാലും പോയി ചടുവ കുടുവെന്ന് പറഞ്ഞ് കല്യാണം നടത്തി. ഒരു ഞായറാഴ്ച ദിവസം ചെമ്പനച്ചനാണ് കെട്ടിയത്. 2 മണി. കാരണം അതിനൊക്കെ നേരം ഉണ്ടായിരുന്നു. നേരം അതിനേ ഉള്ളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവരുടെ വീട്ടിൽ പോയി. നല്ല രസമായിരുന്നു. കാരണം പുതുപ്പള്ളി പാടം വഴിയാണ്. തുണിയൊക്കെ പൊക്കി പിടിച്ച് ഇങ്ങനെ. എറണാകുളത്തല്ല, പുതുപ്പള്ളി പള്ളിയിലായിരുന്നു. ഇവരുടെ വീട്ടിൽ കയറുന്ന തരയേറ്റം വെള്ളമായിരുന്നു. അവിടുന്ന് പൊക്കി എടുത്ത് കൊണ്ടുപോയി അവിടെ ചെന്ന് പിന്നെ കാലുമൊക്കെ കുളിപ്പിച്ച് അകത്ത് കയറ്റി അന്ന് വൈകിട്ട് അവിടെ കിടന്നു. പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ പോയി. അതിന്റെ പിറ്റേ ദിവസം ഇവിടെ വീട്ടിലോട്ട് പോയി. അവിടെ കൊണ്ടേ ആക്കി വെച്ച് ഞാൻ അതിന്റെ പിറ്റേ ദിവസം നേരെ ഇതിന് പോയി. ഞാന് അല്ലേ കല്യാണം കഴിഞ്ഞ പിന്നെ 1 മാസം ചെയ്തോളൂ. കാരണം റിസൈൻ ചെയ്യുന്ന 1 മാസം വേണമല്ലോ.
അങ്ങനെ പരിധി തന്നെയാണോ പോയത് ഡൽഹിക്ക്? ഞാൻ എന്റെ കൊച്ചാങ്ങളെ എന്റെ ഇളയ ഞങ്ങളെ ഉണ്ടാക്കി. അന്നേരം ക്വാർട്ടേഴ്സ് വല്ല റൂമൊക്കെ എടുത്ത് വിട്ടിരുന്നു? ഇവിടുന്ന് അവിടെ റൂമുണ്ട്. ഞങ്ങൾ 3-4 പേര് ഒരു മുറിയിലാണ് കൂട്ടത്തില്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും വന്നപ്പോ നല്ല വരവായിരുന്നു വന്നത്. കാരണം കുറെ കപ്പ, ചേമ്പ്, തേങ്ങാക്കൊല ഇങ്ങനെ വേണ്ട വരികയല്ലേ. ഭർത്താവിന്റെ വീട്ടിലോട്ട് വിടുകയാണ്. വീട്ടിൽ വന്നു ഞങ്ങള് താമസം ഹിന്ദി കുന്ത അറിയാം, ഇപ്പോഴും അറിയാൻ മേല. ഹിന്ദി അറിയാം. ഹിന്ദി ഇപ്പോഴും അറിയത്തില്ല. ഇപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞെങ്കിൽ കേൾക്കും, അത്രേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞു ജബൽപൂർ അച്ചായെന്ന് പറഞ്ഞിട്ട് അമ്മാമ്മയ്ക്ക് ഒരു റിയാക്ഷൻ ഇല്ലായിരുന്നു. ഞാനും ജബൽപൂരായിരുന്നു. ഞാനാന്ന് പറയായിരുന്നു ഇവളവിടെ ട്രെയിനിങ് ചെയ്യുമ്പോ ഞാനും ഇവിടെ ട്രെയിനിങ് ചെയ്യാ ജബൽപൂര്. ഞാൻ പറയായിരുന്നു അന്ന് വല്ലതും അറിയുമായിരുന്നെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കാണാൻ. കാര്യം പറയായിരുന്നല്ലോ. അച്ചായ എന്നിട്ട് നിങ്ങൾ എത്ര ഈ അമേരിക്കക്ക് വരാനായ എന്താ എങ്ങനെ കാര്യമായത്? കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇമിഗ്രേഷൻ കിട്ടുന്നല്ലേ, അങ്ങനെ ഞാനാ പറഞ്ഞത്. ഞാനല്ലേ ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ഞാൻ 2 വർഷം കഴിഞ്ഞ പിന്നെ. പക്ഷേ പേപ്പർ ഫോർവേഡ് ചെയ്ത് 1 മാസം കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. ഇമിഗ്രേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു. 1 മാസം കൊണ്ട് അപ്രൂവൽ കിട്ടി. ഞങ്ങൾ അന്നേരം തന്നെ പോയാൻ, അതായത് സെപ്റ്റംബറിലാണ് കൊടുത്തത്. പിന്നെ എംബസിയിൽ അന്ന് അതും അവിടെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി ഞങ്ങൾക്ക്. ഇവള് തന്നെ വരുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അമേരിക്ക വരികയില്ലായിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവള് പറയാം, ഇന്റർവ്യൂവിന് പോയി അവിടെ ചെന്ന അന്ന് ഇന്റർവ്യൂവിന് ഹസ്ബൻഡും വൈഫും കൂടെ അപ്ലൈ ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ സായിപ്പ് ചോദിക്കും, നിങ്ങൾ പോയാൽ അവിടെ 2 പേരും കൂടെ പോയാൽ എങ്ങനെയാ, ഒരാൾക്കല്ലേ ഉള്ളൂ ജോലി ചെയ്യാനുള്ള ഇതുള്ളൂ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ആദ്യം ഒരാൾ പോട്ടെ, അത് കഴിഞ്ഞിട്ട് അവിടെ ജോലി ആയി കഴിഞ്ഞ് മറ്റേയാളെ സ്പോൺസർ ചെയ്താൽ മതി ഇങ്ങനെ പറയും. പക്ഷേ ഞങ്ങൾ പോയപ്പോഴും എല്ലാവരും അനുഗ്രഹിച്ചാ വിട്ടത്. നിങ്ങൾക്ക് 2 പേർക്കും കിട്ടിയല്ലോ, ഒരാൾക്കേ കിട്ടുള്ളൂ എന്നുള്ള അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പോയി. ഞങ്ങൾ പറഞ്ഞു ഏതായാലും പോയി. അവിടെ ചെന്നു ഞങ്ങളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, ഉള്ളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, ക്വസ്റ്റ്യൻസ് ചോദിച്ചു. കഴിഞ്ഞ് ചോദിച്ചു അവിടെ ചെന്നാൽ എങ്ങനെയാണ് അവിടുത്തെ താമസം, എവിടെയാ താമസിക്കുക. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എവിടെയുണ്ട് അവിടെ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീടൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, സുഖമായിട്ട് താമസിക്കാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും വേണ്ടില്ല, സായിപ്പ് എഴുന്നേറ്റ് ഞങ്ങളെ 2 പേരെയും കൂടെ, ഞാനാണെങ്കിൽ കല്ലിന് വഴിവെക്കുന്നത് നുണയാ പറഞ്ഞത്. പുള്ളി എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെ 2 പേരെ ഒന്ന് നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് സൈൻ ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും അപ്രൂവൽ കിട്ടി. അതിന് മുമ്പ് പോയവർക്കും അത് കഴിഞ്ഞു പോയവർക്കും കിട്ടിയിട്ടില്ല. അതാണ് വേറൊരു ദൈവാനുഗ്രഹം പറഞ്ഞത്. അല്ലെ തന്നെ അച്ഛൻ 4 പേരെ മാറ്റി കണ്ടതിന് അമ്മമ്മയെ തെരഞ്ഞു. അന്ന് നേഴ്സിനെ കിട്ടണമെന്നോ അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ. ആർക്കും എനിക്കോ ഉണ്ടായിരുന്നു. കാരണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് പോരണമെന്നില്ലായിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മൾ പലരെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് അമേരിക്കക്ക്. അപ്പൊ വന്നതിൽ ഒരാൾ എന്നോട് പറഞ്ഞു, നീ കല്യാണം കഴിക്കുമ്പോ ഒരു നേഴ്സിനെ വേണം കല്യാണം കഴിക്കാൻ, ഞാൻ നിന്നെ സ്പോൺസർ ചെയ്ത. പള്ളിക്കലോടൊക്കെ പോയി നേഴ്സിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പുറകോട്ട് മാറി. കാര്യങ്ങൾ അറിയാമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെയാണ് അമേരിക്കക്ക് വന്നത്. പിന്നെ പോരാനായിട്ട് വളരെയധികം കഷ്ടപ്പാടുകൾ ഉണ്ടായി. ഒന്നാമത് പാസ്പോർട്ടില്ല, ഒന്നുമില്ല. പാസ്പോർട്ടിന് അന്നത്തെ കാലത്ത് ഒരു അണ്ടർ സെക്രട്ടറി സൈൻ ചെയ്ത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ 1 ആഴ്ച കൊണ്ട് പാസ്പോർട്ട് കിട്ടും. എനിക്ക് അറിയാവുന്ന ഇഷ്ടം പോലെ അണ്ടർ സെക്രട്ടറിമാരുണ്ട് ഡൽഹിയിലുണ്ട്. ആരും ചെയ്യില്ല എന്ന് ചോദിക്കാം. അല്ല, MBA ഒന്നും അറിയത്തില്ല. ഞാൻ പെരിയതോതില്ല അവിടെ പോയി MBA എങ്ങനെ അറിയുന്നത്? MBA അല്ല. എനിക്ക് എന്നിട്ട്
ഇതൊക്കെ ഞാൻ എന്നിട്ട് പാസ്പോർട്ടിന് വേണ്ടിയിട്ട് പല ഈ അണ്ടർ സെക്രട്ടറിമാരെ കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ അടുക്ക നല്ല ഹാൻഡ് ഉള്ളതാണ്. കാരണം അവരൊക്കെ എന്റെ അടുക്ക വന്ന് ഈ ഓഫീസിൽ ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വരുന്നത് അവര് വരും. അങ്ങനെ വരികയുള്ള അവരോട് പറഞ്ഞ എല്ലാവരും അയ്യോ എനിക്ക് ഈ വർഷം 4 പേർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഈ വർഷം 2 പേർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, അത് കാരണം ഇനി അടുത്ത വർഷം ആട്ടെ ചെയ്തു തരാം എന്ന് പറയും. ചെയ്യലൊന്നും പറയില്ല. അങ്ങനെ പല അണ്ടർ സെക്രട്ടറിമാരുടെ അടുക്ക പോയി നമ്മള് പിന്മാറി, രക്ഷയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡൽഹിയിലെ ഞങ്ങള് ചില ഞായറാഴ്ചകളിൽ അവിടെ ഒരു പള്ളിയിൽ പോകും. അപ്പൊ അവിടെ ഒരു പള്ളിയിൽ പോകുമ്പം അവിടെ ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, ഫാമിലിയാണ്. പുള്ളി അവിടുത്തെ ഡൽഹിയിലെ നല്ല പിടിപാടുള്ള ഒരു പുള്ളിയാണ്. പുള്ളിയുടെ വൈഫ് അവിടുത്തെ കോളേജിലെ ലെക്ചറാണ്. ഞങ്ങള് പള്ളിയിൽ ചെന്നു, 2 വർവാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞു, എടാ വീട്ടിൽ കൂടെ കപ്പ കഴിച്ചോ മീനും ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞ് ഞങ്ങള് അവരുടെ കൂടെ പോന്നു. അവരുടെ വീട്ടിൽ വന്ന് കാപ്പിയും തിന്ന്, കഞ്ഞിയും കുടിച്ചു, എല്ലാം ഇരുന്ന് കാപ്പിയും കുടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ വർത്താനം പറഞ്ഞു വന്ന കൂട്ടത്തിൽ പാസ്പോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞു, ഇങ്ങനെ ഒരു പാസ്പോർട്ട് വേണം. അണ്ടർ സെക്രട്ടറിമാർ എനിക്ക് പരിചയമുള്ളവർ പലരുണ്ട്, പക്ഷെ ഇവിടുത്തേക്കൊന്നും സൈൻ ചെയ്തില്ല എന്ന്. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു, അണ്ടർ സെക്രട്ടറിയേക്കായി കൂടുതൽ പൈസ മേടിക്കുന്നതാണ് ഞാൻ, ശമ്പളം മേടിക്കുന്നുണ്ട്, പക്ഷെ പാസ്പോർട്ടിന് സൈൻ ചെയ്യാനുള്ള പവറില്ല എന്ന് പറഞ്ഞു. അന്നേരം ഭാര്യ അകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു അണ്ടർ സെക്രട്ടറി ഉണ്ട്, ഞാൻ പോയി ഒന്ന് ചോദിക്കട്ടെ, ഞാനൊന്ന് ചെന്ന് ചോദിക്കട്ടെ, ചിലപ്പോ ചെയ്യുമായിരിക്കും. തമിഴനാണ്. ഓക്കെ. അപ്പൊ പുള്ളിക്കാരത്തി ചോദിക്കാൻ അങ്ങോട്ട് പോയപ്പോ ഞാൻ പറഞ്ഞു, ഞാനും കൂടെ വരാം, എന്നെയും കൂടെ കണ്ടിട്ട് വേണ്ടേ പറയാൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് ഡോർബെൽ അടിച്ചു. ഒരു സ്ത്രീ ഇറങ്ങി വന്നു കഴിഞ്ഞ അത് ഈ അണ്ടർ സെക്രട്ടറിയുടെ ഭാര്യ. പുള്ളിയും വന്നു കഴിഞ്ഞുകൊണ്ട് എന്നോട്, സാർ എങ്ങനെയാ ഇവിടെ വന്ന്, എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ എന്റെ അടുക്കല്ല. ഞാൻ അവരെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല, എന്തോ എങ്ങനെയാന്നുള്ള പരിചയം അറിയില്ല. പക്ഷെങ്കില് അവര് ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഒരു കാര്യം സാധിക്കാൻ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ തിരിഞ്ഞ് ആ വരാന്ത വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്റെ അടുക്കൽ നല്ല കാര്യം സാധിക്കണ്ടേ, വേറൊരാളുടെ അടുക്കുന്ന. അപ്പൊ അതിനകത്ത് എനിക്ക് കയറി ഇടപെട്ടിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി ആ അവിടെ ആണെങ്കിൽ കഷ്ടം പിടിച്ച കാട്ടുപ്രദേശം, കാരണം പ്ലോട്ട് വിൽക്കുന്നേ ഉള്ളൂ. വീടുകളൊക്കെ ആണെങ്കിൽ അവിടെ കടകളൊന്നുമില്ല, ഒന്നും കഴിക്കാനും ഇല്ല. പുള്ളി ഇങ്ങനെ വന്നപ്പോ ഞാൻ ഈ വരാന്ത വഴി ഒരു ഫയലും പിടിച്ചോണ്ട് ഇങ്ങനെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നി, വടക്കേ ഇന്ത്യക്കാരൻ അല്ല തെക്കേ ഇന്ത്യക്കാരനാണല്ലോ, ചോദിച്ചോളെ എന്നോട് വന്ന് പറഞ്ഞു, ഇന്നൊരു കാര്യമുണ്ട്, ഞാൻ രാവിലെ വന്നതാ, എനിക്ക് ഒന്ന് നോക്കാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കാമെന്ന് പറഞ്ഞ ഞാൻ ചെന്ന് നോക്കി. 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ മറ്റൊരു കൈക്കൂലി കിട്ടാഞ്ഞിട്ട് നടക്കുക. ഞാൻ അത് പുള്ളിക്കാരത്തിക്ക് ചെയ്തു കൊടുത്തു. അതിന്റെ ആ സ്നേഹം പുള്ളി മറന്നില്ല. പുള്ളിക്കാരത്തി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, ആപ്ലിക്കേഷൻ ഇങ്ങനെ തന്നൊക്കെ ഞാൻ പുള്ളിക്കാരനും കൂടി ഇല്ല, വരുമ്പോൾ ഞാൻ സൈൻ ചെയ്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കൊണ്ട് ആപ്ലിക്കേഷൻ എഴുതി കൊണ്ട് കൊടുത്തേച്ച് പോന്നു. 2 പേരുടെയും പാസ്പോർട്ടിന് പുള്ളിക്കാരൻ സൈൻ ചെയ്തു. അതും വേറൊരു ദൈവാനുഗ്രഹമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് വേറൊരു ദൈവാനുഗ്രഹം. അത് ഈ പറഞ്ഞ പോലെ അത് ദൈവാനുഗ്രഹം എന്ന് വിചാരിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം, അല്ലാതെ എനിക്ക് ഒരാളോട് ചോദിച്ചതാണ് അത് തന്നു. ഞങ്ങള് പാസ്പോർട്ട് ഞാൻ പറഞ്ഞു നമുക്ക് കൊടുക്കാം, ചാണ്ടിഗറില്ല. മറ്റേ അയച്ചു കഴിഞ്ഞാല് അത് അവിടെ കിട്ടുന്ന എപ്പോഴാന്ന് അറിയാതെ ചാണ്ടിഗർ കൊടുക്കാം. ഞാൻ പറഞ്ഞു നല്ലപോലെ ഡ്രസ്സ് ചെയ്തു. ഞാനൊരു പാന്റും സൂട്ടും ഒക്കെ ഇട്ട് ടൈയും ഒക്കെ കെട്ടി പോയി ചാണ്ടിഗറിൽ പോയി. അതെ, അതിന്റെ കഥ കേട്ടുണ്ട്, രസം കേട്ടിട്ടുണ്ട്. രസം അവിടെയായിരിക്കുന്നത്. പാസ്പോർട്ട് ഓഫീസ് ഇതുപോലെയാണ്. നടക്കല്ലേ കാല് കുത്തണമെങ്കിൽ കാജ് കൊടുക്കണം, അല്ലാതെ ഇരിക്കുകയല്ല. ഞങ്ങളവിടെ ചെന്ന് 2 പേരും കൂടെ വരാന്ത വഴി ഇങ്ങനെ നോക്കി നടന്ന ആരാ പാസ്പോർട്ട് ഓഫീസർ. അപ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്ന പാസ്പോർട്ട് ഓഫീസർ ഒരു നായര്.
അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് വാതിക്കലിരിക്കുന്ന ചൗക്കവരോട്ട് ചോദിച്ചു, നായർ സാബ് ഇതറേന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി പോയി. ഇവളോട് പറഞ്ഞു നീ പോരാൻ പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ഇവിടെ വന്ന് നമ്മളെ പേരും ഒക്കെ എഴുതി കൊടുത്ത് ഇവൻ അവിടെ ചെന്ന് ചോദിച്ച് അനുവാദം മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരണം. ഇത് അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോ നീ കയറി പോരാൻ പറഞ്ഞു. എന്റെ കൂടെ ഞാൻ പോയി. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ് നായർ സാബിനോട് പൊട്ട ഇംഗ്ലീഷിലൊക്കെ വർത്താനം പറഞ്ഞ് അന്നേരം ഹിന്ദി ഒന്നും പറയാൻ പോയില്ല. പുള്ളി എന്നെ മേടിച്ച് ആപ്ലിക്കേഷനൊക്കെ മേടിച്ച് കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊടുത്തിട്ടൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ പാസ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പം പാസ്പോർട്ട് വന്നു. എൻ്റെ പാസ്പോർട്ടും വന്നു, ഇവിടെ അത് വന്നില്ല. അപ്പോഴ് ഞാൻ അവിടുന്ന് എന്നെ അടുത്തു ഒരു ലെറ്റർ ഇങ്ങേർക്ക് അയക്കണം, നായർക്ക് അയക്കണം. അപ്പൊ ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ DO ലെറ്റർ എന്ന് പറഞ്ഞാൽ അറിയാവോ? DO ലെറ്റർ എന്ന് പറഞ്ഞ ഡമ്മി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ലെറ്റർ അല്ല, എന്നാൽ ഒഫീഷ്യൽ ലെറ്റർ ആണ്. അതായത് ഒരു ഓഫീസർ വേറൊരു ഓഫീസർക്ക് എഴുതുന്ന ഈ DO ലെറ്റർ പറയുന്നത് നമ്മൾ എഴുതിയാൽ മതി. പക്ഷെ നമ്മൾ കാര്യം ഒഫീഷ്യലായിട്ട് എഴുതണം. അങ്ങനെ ഒരു ലെറ്റർ ഞാൻ എഴുതി. കാരണം ഈ കുന്തോക്കോട് ചക്രമൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ഓഫീസിലെ ജോലി ചെയ്ത ആർമിയിലും ഓഫീസിലായിരുന്നു, ക്ലർക്കായിരുന്നു. അതുകൊണ്ട് അതെഴുതി നായർക്ക് അയച്ചു. നായർ ഉടനെ തന്നെ മറുപടി അയച്ചു. 1 മാസം കഴിഞ്ഞ് ഇവിടെ കിട്ടത്തുള്ളൂ, കാരണം അത് മിനിസ്ട്രി പോയി അപ്രൂവൽ ആയിട്ട് വരണം. പിന്നെ അണ്ടർ സെക്രട്ടറി സൈൻ ചെയ്താൽ ഒരാഴ്ചക്കകം പാസ്പോർട്ട് അയക്കും. കാരണം അയാൾ പറയുന്നത് എനിക്ക് ഇയാളെ അറിയാൻ നല്ലവനാണെന്ന് പറഞ്ഞ എഴുതുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കിട്ടിക്കഴിയുമ്പം പിന്നെ വെരിഫിക്കേഷൻ വരും. അത് പോലീസുകാർ പോയി എന്ന് തിരക്കും, കാരണം ചുക്ലിയുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും പാസ്പോർട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ ജോലിക്ക് പോയി വരുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, പോലീസുകാർ ഇവിടെ വന്ന് നിങ്ങളെ തിരക്കി നിങ്ങൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നാളെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും പോയില്ല. അപ്പം ഇതിന്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫരീദാബാദിലെ പിന്നെ ഞങ്ങളുടെ ഓഫീസ് ഒരു വലിയ ഓഫീസാണ്. അവിടുത്തെ എല്ലാവർക്കും അറിയാം. പിന്നെ എനിക്ക് അവിടുത്തെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെ അറിയാം. പുള്ളിയോട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതുപോലെ ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നു. കുഴപ്പമൊന്നുമില്ല, വെരിഫിക്കേഷൻ വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അന്നേരം അയച്ചേക്കാന്ന്. പിന്നെ തഹസീൽദാരെ പരിചയമുണ്ട്. ഇങ്ങനെ അവിടുത്തെ വലിയ വലിയ ഓഫീസേഴ്സിനെ എല്ലാം എനിക്ക് നല്ല പരിചയമാണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് മാതിരിയാണ്. കാരണം എന്നെ കൊണ്ട് അവർക്കും ആവശ്യമുണ്ട്, അവർക്ക് എന്നെ കൊണ്ടും ആവശ്യമുണ്ട്. ഇങ്ങനെ വരുന്നതുകൊണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അപ്പം വന്നു, ഞങ്ങൾ പോയില്ല. പിറ്റേ ദിവസം സന്ധ്യയായപ്പോ പോലീസുകാർ 2 എണ്ണം വന്നിരിക്കുന്നു. നിങ്ങളോട് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ വന്നില്ല. ഞാൻ ചോദിച്ചു എന്നത്തിന് പോലീസ് സ്റ്റേഷനിൽ വരുന്നു എന്ന് ചോദിച്ചു. പോലീസ് ഇങ്ങനെ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്, വെരിഫിക്കേഷൻ ഇവിടെ വന്ന് ചെയ്യണ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഈ വെരിഫിക്കേഷൻ എന്നാ ചെയ്യേണ്ടത്, അതിന് പിന്നെ 2 വിറ്റ്നസ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ നമ്മളെ പേടിപ്പിച്ചു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, വിറ്റ്നസ് ആരാ നിനക്ക് വേണ്ടിയത്, നിനക്ക് തഹസീൽദാരാണോ അതോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അങ്ങനെയുള്ളൊരു വല്ലൊരു വേണോ എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പോലീസുകാരന്മാര് താഴ്ന്നു. പിന്നെ ഒന്നും മിണ്ടിയില്ല. ആരെങ്കിലും 2 പേര് സൈൻ ചെയ്താൽ മതി. അങ്ങനെ സൈൻ ചെയ്തു. പിന്നെ 5 രൂപ വീതം കൊടുത്തു. അല്ലേ, 5 രൂപ വീതം കൊടുത്തു വന്നല്ലേ ഇതും പറഞ്ഞു. അങ്ങനെ ആണ് പാസ്പോർട്ട് ഉണ്ടായത്. ഫരീദാബാദിൽ എനിക്ക് നല്ല പിടിയായിരുന്നു. അതായത് ഈ അവിടെയുള്ള സകല ഫാക്ടറിയിലെയും ഡയറക്ടേഴ്സ്, പിന്നെ ചീഫ് എഞ്ചിനീയേഴ്സ് ഇങ്ങനെയുള്ളവരെയൊക്കെ അറിയാം. പിള്ളേർക്കൊക്കെ ഇഷ്ട പരിപാടി അത്. കല്യാണം കഴിക്കാൻ ഞാൻ ഫരീദാബാദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളൊരു ഡിസിഷനിൽ പോയതാണ് ഡൽഹിക്ക്. കാരണം വീട്ടിൽ കല്യാണങ്ങൾ പലതും ആലോചിച്ചു. അത് ഞാൻ മിലിറ്ററിയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വന്ന് കാണുന്നവർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു എന്നെ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുമ്പോൾ ഞാനൊരു കച്ചക്കുരു കൊണ്ട് കൊടുത്തോട്ട് പാടത്ത് പിന്നെ പോത്തിനെ അടിക്കുകയോ അല്ലെങ്കിൽ കാളയ്ക്ക് വെള്ളം കൊടുക്കുകയോ ഇങ്ങനെയൊക്കെയാണ്. അപ്പം നോക്കിയപ്പോൾ നല്ല പണിക്കാരനാണ്.
പെണ്ണ് കെട്ടിയാൽ ഇവളെ വാർത്താൻ ഒരു കുഴപ്പമില്ല. കുടുംബ പശ്ചാത്തലം എന്തായിരുന്നു ആ സമയത്ത്? കുടുംബത്തിലെ മൂത്തതാണോ? കുടുംബത്തിലെ ഏറ്റവും മൂത്തതാ ഞാൻ. താഴെ സഹോദരങ്ങള് എല്ലാരും പഠിക്കുകയായിരുന്നു. ഞങ്ങള് ഞാനും എന്റെ 2 അനിയന്മാരും ഒരു പെങ്ങളും, ഇത്രയും പേരുണ്ട്. അവര് കൃഷിക്കാരാ എല്ലാരും. ഉണ്ട് അവിടെ. അത് ഒരു 10-15 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതിനകത്ത് റബ്ബറുണ്ട്, പിന്നെ പാടമുണ്ട്, കൃഷി ചെയ്യാൻ കപ്പയിടാനും കാച്ചിൽ നടാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ പണിയാനാണ് എന്നെ ഉദ്ദേശിച്ചത്. ഞാനും അതിന് തന്നെയാണ് മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞു വന്നത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അവിടെ പോയി ജോലി ചെയ്ത് വർഷത്തിലൊന്ന് വരും, അവധിക്ക് വരും. അന്ന് ഇച്ചായൻ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അനിയന്മാര് പഠിക്കുകയാണ്, അവര് നല്ല നിലയിൽ പോകണമെങ്കിൽ ഇച്ചായൻ തന്നെ കിടന്ന് കഷ്ടപ്പെട്ടാൽ ശരിയാകത്തില്ല. അതിനാണ് ഞാൻ മിലിറ്ററി വിട്ടു പോകുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പണിയൊക്കെ ആയി കല്യാണം ആലോചിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് 10 പൈസ ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുമ്പോഴേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞ പൈസയ്ക്ക് നിനക്ക് എന്നാ പ്രയാസം? എന്നോട് പൈസ ഇപ്പൊ 10 വേണമെന്ന് പറഞ്ഞാൽ 10 തരും, കണക്കൊന്നും ചോദിക്കല്ല. നീ 10 എന്നെ എടുത്തു, അല്ലെ 15 എന്നെ എടുത്തു, അല്ലെ എന്തിനാ പൈസ എന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ ഞാൻ ജോലി ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ഓരോ കാര്യത്തിനും പൈസ ചോദിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയല്ല. ഇപ്പൊ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. നമ്മുടെ ഒരു കൂട്ടുകാരനെ വഴിക്ക് വെച്ച് കണ്ടു. ഒരു കാപ്പി മേടിച്ച് കുടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചായനോട് പൈസ മേടിച്ചു വേണം ഇത് കൊടുക്കാൻ. അപ്പം അങ്ങനെ എനിവേ ആ സമയത്ത് കല്യാണങ്ങളൊക്കെ കല്യാണം പലതും ആലോചിച്ചു. ഒന്നും വേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി. അത് കഴിഞ്ഞ ഡൽഹിക്ക് പോയി. ഡൽഹി ചെന്ന് അവിടെ 2-3 വർഷം ജോലി ഇല്ലാതെ ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് ഫരീദാബാദിൽ ജോലി കിട്ടി. ഒരു ഫാക്ടറിയിലാണ് ആദ്യം സ്റ്റോർ കീപ്പറായിട്ട് കിട്ടി. അവിടുത്തെ ഒരു എഞ്ചിനീയറായിട്ട് വഴക്കുണ്ടാക്കി റിസൈൻ ചെയ്ത് വെച്ച് അവിടുന്ന് പോയി. 3 വർഷം എന്തുകൊണ്ടാണ് എടുത്തത് ജോലി കിട്ടാൻ? മിലിറ്ററിയിലായിരുന്നു, ഹിന്ദി അറിയാം, പിന്നെ ഡൽഹിയിൽ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു? ആ ജോലി എവിടെയാ കിട്ടുന്നത്? ജോലിയിൽ പിന്നെ അവിടെയൊക്കെ ജോലിക്ക് വലിയ വിഷമം. അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ ആള് വേണം. ട്രേഡ് ഉണ്ട്, നമുക്ക് ട്രേഡ് ഒന്നും ഇല്ല. നമുക്ക് ഒന്നും മിലിറ്ററി എക്സ്പീരിയൻസ് എന്നുള്ളൂ. പിന്നെ ഗവൺമെന്റിലൊക്കെ ചെന്ന് വല്ല വേക്കൻസി ഉണ്ടെങ്കിൽ മിലിറ്ററിക്കാർക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് കിട്ടും. അല്ലാതെ കിട്ടാനൊന്നും ബുദ്ധിമുട്ടാണ്. ജോലിക്ക് അന്നും ഈ പറഞ്ഞ പോലെ റെക്കമെൻഡ് ഈവൻ മിലിറ്ററി കിട്ടാൻ വിഷമാണല്ലോ. എനിക്ക് മിലിറ്ററിയിൽ ആരും റെക്കമെൻഡേഷൻ ഒന്നുമില്ല. ഞാൻ ആർമി ഓർഡിനൻസ് കോർന്നു. അതിന്റെ ഇന്റർവ്യൂ ബാംഗ്ലൂരിലായിരുന്നു. ട്രെയിനിങ് സെക്കൻഡറാബാദിലായിരുന്നു. സെക്കൻഡറാബാദിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജബൽപൂർ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സെക്കൻഡറാബാദിലാണ് പോസ്റ്റിങ്. ഫസ്റ്റ് പോസ്റ്റിംഗ് ജബൽപൂർ ട്രെയിനിങ്ങിന് പോയി. അത് കഴിഞ്ഞ് പിന്നെ 4 വർഷം ചെയ്ത് ഇവിടെ സെക്കൻഡറാബാദിൽ തന്നെയായിരുന്നു. ഡൽഹിക്ക് പോയാൻ കാര്യമൊന്നുമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ പോയി. പിന്നെ നമ്മുടെ ഒരു കൊച്ചമ്മയാണ്. ഡൽഹി പോയത് അത് മിലിറ്ററി ഒക്കെ കഴിഞ്ഞാ പോയെന്ന്. വേറെ സ്ഥലം എവിടെയാ ഉള്ളത് പോകാൻ? ബാംഗ്ലൂർ അറിയത്തില്ല. ഇതിന് ബാംഗ്ലൂരിൽ നമ്മൾ ഒരു ദിവസം ചെന്നു, പിറ്റേ ദിവസം അവിടെ നിന്ന് റിക്രൂട്ടായി പോയി. ബാംഗ്ലൂരിനെ പറ്റി ഒന്നും അറിയത്തില്ല. സെക്കൻഡറാബാദിൽ ചെന്ന് കഴിഞ്ഞാൽ മിലിറ്ററി ആയ മുഴുവൻ, അല്ലാതെ അവിടെ വേറെ ആരും നമുക്ക് പരിചയമുള്ളവരൊന്നുമില്ല. പിന്നെ ഡൽഹിയില് എന്റെ ഫാദറിന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി കുറച്ചാള് താമസിച്ചു. കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫരീദാബാദിൽ ജോലി കിട്ടി. അങ്ങനെ ഫരീദാബാദിൽ പോയത്. കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. അവിടെ 3-4 വർഷം ഇങ്ങനെ കഴിഞ്ഞു. അതിനോടിടയ്ക്ക് എന്റെ സിസ്റ്റർ എന്ന് പറയുന്നത് എന്റെ ഇളയതാണ്.
അവിടെ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ഞാൻ നാട്ടിൽ പോയി. നാട്ടിൽ പോയി 4 ദിവസത്തേക്കിനാ പോയെ. കല്യാണത്തിന്റെ തലേദിവസം ചെന്നു, കല്യാണം കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാനിങ്ങ് പോന്നു കഴിഞ്ഞ് ഈ അളിയൻ ഭാര്യയെ കെട്ടിയ പുള്ളി അവൻ എയർഫോഴ്സിലായിരുന്നു. പുള്ളി എയർഫോഴ്സിലായിരുന്നു. പുള്ളി എനിക്ക് പലപ്പോഴും ലെറ്റർ അയക്കും, ഞാൻ മറുപടി ഒന്നും അയക്കത്തില്ല. അങ്ങനെ ഇരുന്ന് പുള്ളി ഒരിക്കല് UP പോസ്റ്റിംഗ് വന്നപ്പം പുള്ളി അവിടുന്ന് എൻ്റെ അഡ്രസ്സില് തിരക്കി പിടിച്ച് അവിടെ വന്നു. എൻ്റെ അഡ്രസ്സ് ഇല്ലായിരുന്നു, കൊച്ചമ്മയുടെ അഡ്രസ്സിൽ വന്ന് ഡൽഹിയിൽ വന്ന പുള്ളി എന്നെ കുറെ ദിവസം ഉപദേശിച്ചു. കല്യാണം കഴിക്കുന്നതിനെ പറ്റി ഉപദേശിച്ചു. പുള്ളി 2 ഉപ്പിറമ്മും ഒക്കെ തന്നു. അതൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. അങ്ങനെ കല്യാണം കഴിക്കുമ്പം എവിടെയാ, പുള്ളി നാട്ടിൽ പോയി കഴിഞ്ഞ് അവിടെ വെച്ച് കല്യാണം ആലോചിച്ചു. കഴിഞ്ഞ 3-4 പെണ്ണുങ്ങളെ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, നീ കണ്ടിട്ട് ഏതാ നാട്ടിൽ, പിന്നെ അല്ല നാട്ടിൽ ഇങ്ങനെ എറണാകുളത്താ ജോലി ചെയ്യുന്നത്. പറയണോ? ഇനിയിപ്പോ അച്ഛൻ നാട്ടിലെ കാര്യങ്ങളൊന്നും പഠിച്ച സ്കൂളിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അമ്മാമ്മയെ കണ്ടുമുട്ടിയ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞ് അത് ഓക്കെ. എൻ്റെ പേര് തോമസ് സക്കറിയ എന്നാണ്. ഞാൻ ഇപ്പൊ ഹൂസ്റ്റണിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഹൂസ്റ്റണിൽ, മിസൗറി സിറ്റി. എൻ്റെ നാട് കോട്ടയത്ത് മീനിടത്താണ്. വീട്ടുപേര് കുമ്പമ്പടം എന്നാണ്. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 1973 ഒക്ടോബർ 18-ാം തീയതിയാണ് വന്നത്. അന്ന് മുതൽ ഞങ്ങൾ ന്യൂയോർക്കിലായിരുന്നു. ന്യൂയോർക്കിൽ 15 വർഷക്കാലം ജീവിച്ചു. അത് കഴിഞ്ഞ് അവിടെ വെച്ച് ഞങ്ങൾ 15 വർഷം താമസിച്ചു. അപ്പൊ അവിടെ വെച്ച് ജോലി ചെയ്തിരുന്നത്, ഞാൻ ചേസ് മനാട്ടൺ ബാങ്കിലാണ് ജോലി ചെയ്തത്. ഭാര്യ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെയ്തു, കോണി ഐലൻഡ് ഹോസ്പിറ്റലില്. അവിടെ നിന്ന് ഞങ്ങള് 15 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങള് നോർത്ത് കരോളിനായ്ക്ക് പോയി. നോർത്ത് കരോളിനായി പോകാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂയോർക്കിലെ ജീവിതം വളരെ പ്രയാസമാണ്. പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുടെ അല്ല, ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ മനുഷ്യൻ വളരെ ബിസി ആയിട്ടുള്ള ജീവിതമാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയാൽ വരാൻ അല്പം താമസിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങളുണ്ടാകും. അപ്പൊ അവരെ നോക്കാൻ പോണം. തന്നെയല്ല, അവിടെ താമസിക്കുമ്പോൾ ചെലവുകൾ കൂടുതലാണ്. അപ്പോഴാണ് ഞാൻ ഒരു ജോലി ഞാൻ ചെയ്തത് രാത്രിയിലാണ്. രാത്രി 12 മണി മുതൽ 8 മണി വരെ ആണ് ജോലി ചെയ്തത്. ഭാര്യ പകലാണ് ജോലി ചെയ്തത്. അതും പകല് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4:30 വരെ ചെയ്യും. പക്ഷേ ആ 2 ജോലി കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഭാര്യ പല പ്രാവശ്യവും ഓവർ ടൈം ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തായിട്ടാണ് ഓവർ ടൈം ചെയ്യുന്നത്. 2-3 ഹോസ്പിറ്റലിൽ സെയിം ടൈമിൽ ജോലി ചെയ്യും. അപ്പോൾ വീട്ടിൽ വരാൻ സമയം കാണത്തില്ല. ഞങ്ങൾക്ക് ഒരു ഫാമിലി ലൈഫ് ഇല്ല. വീട്ടില് ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് പിള്ളേരെ നോക്കും, വീട്ടിലെ കുക്ക് ചെയ്തും അങ്ങനെയുള്ള കാര്യം ചെയ്യും. പിന്നെ രാത്രിയിൽ ജോലി ആയതുകൊണ്ട് പകൽ ഉറങ്ങാനുള്ള സൗകര്യങ്ങളില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ 15 വർഷക്കാലവും കഴിഞ്ഞത്. അപ്പോഴ് അതിനോടിടയ്ക്ക് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ബന്ധുക്കളെയൊക്കെ കൊണ്ടുവന്നു. ബന്ധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ 2 അനിയന്മാര്, ഒരു പെങ്ങള്, ഭാര്യയുടെ 2 ആങ്ങളമാര്. അതിനോടിടയ്ക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ള ജീവിതം എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അന്നൊന്നും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പോലെ ശമ്പളമൊന്നുമില്ല. ഞാനാണെങ്കിൽ ആദ്യം തുടങ്ങിയത് മണിക്കൂറിന് $2.50 ആയിരുന്ന അന്നത്തെ ശമ്പളം. അന്ന് ഞാൻ ബാങ്കിൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ശമ്പളമാണെന്ന്. പക്ഷേ ഒരു വർഷം 8,000 രൂപയായിരുന്നു എൻ്റെ ശമ്പളം. ഭാര്യ നേഴ്സായിരുന്നു. നേഴ്സിന് ഒരു വർഷം കിട്ടിക്കൊണ്ടിരുന്ന 12,000 രൂപ.
ഈ 12 തൊട്ട് 20,000 രൂപ കൊണ്ടാണ് ഞാൻ 1973 കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ ഞങ്ങള് താമസിച്ച് ഈ 15 വർഷക്കാലം ഞങ്ങൾക്ക് വീട് സ്വന്തമായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ താമസിക്കുന്ന സമയത്ത് ഞാൻ ബാങ്കിൽ ജോലി ചെയ്തു, 13 വർഷം ജോലി ചെയ്തു. അപ്പോൾ അവിടുന്ന് എനിക്ക് സിറ്റിയിൽ താമസിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഓഫീസേഴ്സുമായിട്ട് സംസാരിച്ചു, സിറ്റി വിട്ട് എവിടെയെങ്കിലും പോയി വീട് വാങ്ങിച്ചാൽ സ്ഥലം മാറ്റം തരുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട്. അങ്ങനെ അവര് പറഞ്ഞു അവര് ഹെൽപ്പ് ചെയ്യാൻ, പിന്നെ വേറെ ജോലിക്ക് ഇത് ചെയ്യാൻ, സെയിം തന്നെ ബാങ്കല്ലേ, അപ്പം വേറെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ തരാമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വീടും വാങ്ങിച്ചു. ട്രാൻസ്ഫർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കിട്ടുകയില്ല. കാരണം എൻ്റെ ഗ്രേഡ് അനുസരിച്ചുള്ള ഗ്രേഡ് അവിടെ ഇല്ല. അവരെന്നെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു. അവർ പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഡീഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വീടും വാങ്ങിച്ചു. ജോലി സ്ഥലം വളരെ ദൂരമായിരുന്നു. അവിടുന്ന് ജോലിക്ക് വരണമെങ്കിൽ എനിക്ക് കാറിന് വന്ന് ട്രെയിൻ സ്റ്റേഷനിൽ അത് പാർക്ക് ചെയ്ത് അവിടുന്ന് ഒരു ട്രെയിൻ എടുത്ത് സിറ്റിയിൽ വന്ന് ബസ് എടുത്ത് പിന്നെ ഒരു ട്രെയിനും കൂടി എടുത്ത് ഏതാണ്ട് 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് ഞാൻ ഒരു 12 മണിക്കൂർ യാത്ര ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ഞാൻ ആ ജോലി ക്വിറ്റ് ചെയ്തു. അത് അവിടെ 13 വർഷം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ക്വിറ്റ് ചെയ്തത്. നല്ല ജോലിയായിരുന്നു, പക്ഷെങ്കിൽ താമസിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ക്വിറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങള് പോയത് കോട്ട്ലാൻഡിറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതൊരു വില്ലേജാണ്. അധികം ആൾക്കാരൊന്നുമില്ല, വലിയ ബിസി ഇല്ല. അടുത്തൊരു ജോലിയുണ്ട്, ന്യൂയോർക്ക് സ്റ്റേറ്റിൽ തന്നെയാണ്. എന്നിട്ട് അവിടെ ജോലി ചെയ്ത് അവിടെ താമസിച്ചുകൊണ്ട് ഞാൻ അവിടെ ജോലി അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് അവിടെ VA ഹോസ്പിറ്റലിൽ, ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലാണ്, മുഴുവൻ വട്ടുപിടിച്ച ആൾക്കാരാണ്. അവിടെ ഒരു ജോലി കിട്ടി. അവിടെ കിട്ടിയത് ടൈം കീപ്പറായിട്ടാണ്. ടൈം കീപ്പർ എന്ന് പറഞ്ഞാൽ ഈ നേഴ്സുമാര് ജോലിക്ക് വരുന്ന കാര്യങ്ങൾ അതിന്റെ കണക്കൊക്കെ എഴുതുന്ന ഒരു പരിപാടിയായിരുന്നു. അത് ചെയ്ത് അവിടെ ഞങ്ങള് ജീവിച്ചു കുറച്ചാള്. അപ്പോഴത് അവിടെയാണ് വീട് വാങ്ങിച്ചത്. വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പം സിറ്റിയിൽ താമസിക്കുന്നതിനേക്കാൾ കഷ്ടമായി. കാരണം പണം പിന്നെയും വേണം. കാരണം ഈ വീടിന് മോർഗേജ് കൊടുക്കണം, നമ്മുടെ ചെലവിനുള്ളത് വേണം. ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭാര്യ ടാക്സിയിലാണ് ജീവിതം. ഒരു ജോലി കഴിയുക, വേറൊരു ജോലിക്ക് പോകണമെങ്കിൽ ടാക്സി എടുത്താണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 1 വർഷക്കാലം ഡ്രൈവ് ചെയ്യും. പക്ഷെ പോകുന്നത് എങ്ങനെയാ, ഒരു ജോലി കഴിഞ്ഞ് പിന്നെയും പോണേ, അങ്ങനെ പോകുമ്പം ഡ്രൈവ് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഞാൻ ഡ്രൈവ് ചെയ്യുള്ളായിരുന്നു, അന്ന് പുള്ളിക്കാരത്ത് ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് അതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്ന സാധാരണ ബസ് സ്റ്റോപ്പിൽ വെച്ചാ, അല്ലാതെ വീട്ടിൽ വന്ന് കാണാൻ നേരെയില്ല. കാരണം പുള്ളിക്കാരത്ത് വരുമ്പോഴത്തേക്കിന് ഞാൻ ജോലിക്ക് പോകും, ഞാൻ വരുമ്പോഴത്തേക്കിന് പുള്ളിക്കാരത്ത് പോകും. അങ്ങനെ ഉള്ള ജീവിതം 1 വർഷക്കാലം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ, മലയാളികളൊന്നുമില്ല, മലയാളികൾ അങ്ങും ഇങ്ങൊക്കെ, അന്ന് അധികം മലയാളികളില്ലല്ലോ. 73 എന്നൊക്കെ പറയുന്ന മലയാളികളൊന്നും അധികം ഇല്ല. അഥവാ ഉണ്ടെങ്കിലും എല്ലാം പെണ്ണുങ്ങളാണ്. കാരണം അന്ന് വന്നത് മുഴുവൻ നേഴ്സുമാരാ. വന്നവരെല്ലാം കല്യാണം കഴിക്കാത്തവരാ. ഇവിടെ വന്നു കഴിഞ്ഞാണ് പിന്നെ ആൾക്കാരെല്ലാം കല്യാണം കഴിക്കുന്നത്. അപ്പോൾ തന്നെയല്ല, വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് താമസത്തിന് അത് തന്നെ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം വന്നപ്പോൾ ആരുടെ കൂടിയാണ് താമസിക്കുന്നത്? ഞങ്ങൾക്ക് ആരും ഇല്ലായിരുന്നു, ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല. ഞങ്ങള് അമേരിക്കയിൽ വരുമ്പോൾ വെറും $16 പോക്കറ്റിലുള്ളൂ. ആ $16 കൊണ്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ വന്ന് അതിനിടയ്ക്ക് ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം വന്നപ്പോ രണ്ടുപേരും കൂടി ഒന്നിച്ച് വന്നത് പിന്നെ ഭാര്യയ്ക്ക്
വിസ കിട്ടി. ആ കൂട്ടത്തിൽ എനിക്കും കിട്ടി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് വന്നത്. ഞങ്ങൾ 1973 ഞങ്ങൾ വന്നത് ഡൽഹിയിൽ നിന്ന്. ഞങ്ങൾ ഡൽഹിയിലായിരുന്നു ഇതിനു മുമ്പ്. ഞാൻ ഫരീദാബാദിലായിരുന്നു. ഞാൻ ഫരീദാബാദില് ഹരിയാന ഗവൺമെന്റ് ജോലിയായിരുന്നു. പുള്ളിക്കാരത്തി ഒരു കമ്പനിയില് നേഴ്സായിരുന്നു. അല്ലല്ല ടൈലർ. അപ്പൊ അവിടുന്നാണ് ഞങ്ങൾ വന്നത്. എന്നാൽ ഡൽഹിയിലായിരുന്നുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നു. എങ്ങനെയാണ് വരുന്നത്, അന്ന് എല്ലാവരും പോരുന്നൊരു സമയമാണ്. പലരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്ത് വന്ന ഒരാൾ ഞങ്ങളോട് പറഞ്ഞു, ഓ ഞാൻ പോയി കഴിഞ്ഞു, നീ കല്യാണം കഴിക്കണം, നേഴ്സിനെ വേണം കെട്ടാൻ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കല്യാണം കഴിച്ച നേഴ്സിനെയും കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ഇവിടെയൊന്നും ജോലിയില്ല, ഇങ്ങോട്ട് വരണ്ട അതുകൊണ്ട് എന്ന് പറഞ്ഞ 73-ല്. പിന്നെ അന്ന് രണ്ട് രീതിയിൽ, ഒന്നുമില്ല സ്പോൺസർ ലെറ്റർ വേണം, അല്ലെങ്കിൽ $1500 ഒരു ചെക്ക് നമ്മുടെ പേരിൽ വേണം എംബസിയിൽ കാണിക്കാൻ. അത് മതിയായിരുന്നു അന്നൊരു വിസ കിട്ടാനായിട്ട്. ആരെയും സ്പോൺസർ ചെയ്യാനില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നതിന്. ഞങ്ങൾ വന്നാൽ ഇവിടെ ചെലവിന് കഴിയണ്ടേ, അതിന് കയറി നമുക്ക് ഒരു ചെക്ക്. അത് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഒരാൾ ഒരു വണ്ടി ചെക്ക് തന്നു, അത് കാണിച്ചു. പിന്നെ ഇപ്പം കുഞ്ഞോടെ ഒരു കസിൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇവിടെ വന്നിട്ടാണ് 2-3 മാസം. പുള്ളിക്കാരത്തി വേറൊരാളുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ വന്നാല് ആ പുള്ളിയുടെ കൂടെ താമസിക്കണം. അല്ല, വേറെ ഒരു ഫാമിലിയാണ്. പക്ഷെ അന്ന് അങ്ങനെയൊക്കെ ഞങ്ങൾ താമസിക്കാൻ കാരണം ഇത് വരുന്നവരെല്ലാം ഇങ്ങനെയാണ് താമസിക്കുന്നത്. അങ്ങനെ താമസിച്ച് ഞങ്ങള് ഇടയ്ക്കൊരു വീട്ടിൽ പോയി താമസിക്കാൻ വിളിച്ചതാണ്. പക്ഷെ ഞങ്ങൾ അവിടെ പോയി സ്റ്റക്കായിപ്പോയി. സ്റ്റക്കായിപ്പോയെന്ന് പറഞ്ഞാൽ അവര് ഫാമിലിയായിട്ട് താമസിക്കുന്നവർക്ക് അവർക്കൊരു കൊച്ചുണ്ട്, മലയാളിയാ. പിന്നെ ആ പുള്ളിയുടെ കൂടെ താമസിച്ചു. അപ്പം എന്നാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങക്ക് ജോലി അന്വേഷിക്കാൻ പോകാൻ സമയം കിട്ടുകയില്ല. കാരണം അവർ രണ്ടുപേരും ജോലിക്ക് പോകും, നമ്മൾ ബേബി സിറ്റിങ്ങും വീട്ടിലെ പണിയും വീട് ക്ലീനിങ്ങും നമ്മുടെ പണിയും. ശനി ഞായറും അവർ ഓഫാണ്, അന്ന് അവര് എൻജോയ് ചെയ്യാൻ പോകും. അപ്പം നമ്മൾ അങ്ങനെ ഇരുന്നു. അപ്പൊ അന്ന് ഒരു ജോലി വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുകാരെ ജോലി ഓഫർ ചെയ്യണം, അല്ലെങ്കിൽ അന്ന് അതിനെന്നാ ഒരു പെർമിറ്റ് വേണം, ഒരു RN പെർമിറ്റ് വേണം. പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ജോലിയുണ്ട്, അവര് പിന്നെ ലൈസൻസ് കിട്ടുകയാണെങ്കിൽ എടുക്കാവുന്ന ഒരു കണ്ടീഷൻ, അങ്ങനെ ഒരു ലെറ്റർ വേണം. അതിന് ഞങ്ങൾ എവിടെയാ പോകുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ വരാൻ ആളില്ല, ഞങ്ങൾക്ക് വഴിയറിയില്ല. അത് ഞങ്ങൾ വന്നത് പിന്നെ ഒക്ടോബറിലാണ്. ഭയങ്കര തണുപ്പ്. അന്നത്തെ ന്യൂയോർക്കിലെ തണുപ്പും ഭയങ്കര തണുപ്പ, ഒന്നും പറയണ്ട. അന്നത്തെ സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം സ്നോ വീണാൽ ഒരു കാറ് കവർ ചെയ്യും, അതുപോലെയുള്ള സ്നോ ആണ്. ചൂടിന് ഉടുപ്പില്ല, ഞങ്ങള് ഒന്നുമില്ല, ഷൂസ് ഇല്ല. നാട്ടിൽ നിന്ന് 2 ഷൂസും കൊണ്ടാകുന്ന ഈ സ്നോയ്ക്കകത്തൂടെ നടന്നു കഴിയുമ്പോൾ ഷൂവിന് അകത്ത് കയറും സ്നോ. ജീവിതം മടുത്തൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ മടുത്തില്ല. ഞങ്ങള് സർവൈവ് ചെയ്തു. അപ്പം ഇപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചാൽ പോകാൻ വഴി അറിയത്തില്ല, രണ്ടാമത് കൊണ്ടുപോകാൻ ആളില്ല. ഇവിടെ വന്ന് ഇത് സ്റ്റക്കായി ഇവരുടെ വീട്ടിൽ നമ്മളൊരു വേലക്കാരെ പഴുന്ന അവരുടെ വീട് ക്ലീൻ ചെയ്യുകയും കൊച്ചിനെ നോക്കുകയും ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ഇടയ്ക്ക് വല്ലപ്പോഴും വല്ലയിടത്തും പോവും പിന്നെ ജോലി അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാല് പെർമിറ്റ് നമ്മളാരെയും അറിയത്തില്ല. ചെന്ന് ചോദിക്കാം, ഉണ്ടോന്ന് ചോദിക്കാം, പെർമിറ്റ് തരാമോ എന്ന് ചോദിക്കും. അവര് നോ എന്നുള്ള ഇത് കിട്ടും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, വഴിയറിയാൻ മേല. പിന്നെ അവിടെ പോയി ചെന്നിട്ട് യാത്രക്ക് വേറൊരു പ്രശ്നം വന്നു. എന്നാന്ന് വെച്ചാൽ സബ്വേ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് ട്രെയിന്. അവിടെ ചെന്ന് അതിനകത്തോട്ട് ഇറങ്ങുന്ന വാതിലൊക്കെ നോക്കി ഞങ്ങൾ തിരിച്ച് കയറി പോരും.
കാരണം പേടി അതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാ പോകുമെന്ന് അറിയാൻ മേല. അങ്ങനത്തെ ഒരു കാലമായിരുന്നു. എനിവേ ഞങ്ങള് ജോലി അന്വേഷിക്കാൻ പല സ്ഥലങ്ങളിൽ പോയി. ഒക്ടോബർ, നവംബർ, ഡിസംബറില് അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ജോലി അന്വേഷിക്കാം. പുള്ളിക്കാരിക്ക് പെർമിറ്റ് എനിക്ക് പോയി എന്തെങ്കിലും ചെയ്യാം. ഞാൻ വല്ലയിടത്തും പോകാനായിട്ട് പുള്ളിക്കാരത്ത് സമ്മതിക്കരുത്. കാരണം വല്ലയിടത്തും ഒറ്റയ്ക്ക് പോകാൻ പേടിയെന്ന് പറഞ്ഞാൽ വഴി അറിയത്തില്ല ഒന്ന്. രണ്ടാമത് വഴി അറിയാണ്. ഒരിക്കലും ഞങ്ങള് വഴി തെറ്റി ഒരിടത്ത് വെച്ച്. വഴി തെറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പോയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അത് വേറൊരാളുടെ കൂടിയാ പോയത്. GPS ഒന്നും ഇല്ല. നാട്ടിലെ പോലെ ഒന്നുമില്ല. വളവെങ്കിലും തിരുവെങ്കിലും ഒക്കെ ചെന്ന് വഴി ചോദിക്കുക പോവാം. എനിവേ ഒരിക്കലും ഞങ്ങൾക്ക് വഴി തെറ്റിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് നേരത്തെ പോയതാണ്. അവിടെയോട്ട് ഞങ്ങൾ രണ്ടാമത് പോയി ബസ്സിൽ കയറി പോയി. ഇത് എവിടെ എന്നാന്ന് അറിയത്തില്ല. ചെന്ന് ഒരിടത്ത് ബസ് നിർത്തിയപ്പോ പറഞ്ഞു, ഇതാ സ്ഥലം, നമുക്ക് ഇവിടെ ഇറങ്ങാം എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി ബസ് അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പം എങ്ങോട്ടാ പോകേണ്ടി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു സായിപ്പ്, നല്ല വെളുത്ത് സുന്ദരനായിട്ട് ഒരാൾ ഇരിക്കുന്നു, പുള്ളിയുടെ ഇടയ്ക്ക് ചെന്ന് വഴി ചോദിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ഒന്നും പറഞ്ഞില്ല. പുള്ളിയോട് വല്ലതും ചോദിക്കാനാ ചെല്ലുന്നതെന്നും കൊണ്ട് പുള്ളി ഉടനെ തന്നെ എഴുതി നോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് പുള്ളി സ്ഥലം വിട്ടു. ആരാന്ന് ആർക്കറിയാം. നല്ലൊരു സായിപ്പാ. അതറിയാം. പുള്ളി നോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് പുള്ളി കയറി അങ്ങ് പോയി. പിന്നെ ആരോടാ ചോദിക്കുന്നത്? പിന്നെ അവിടുന്ന് ഒരു തരത്തിൽ ഞങ്ങൾ ആ സ്ഥലം കണ്ടുപിടിച്ച് പോയി തിരിച്ചു വന്നു. അന്നാ മനസ്സിലായത് ഈ അമേരിക്കയിൽ ഇംഗ്ലീഷ് അറിയാൻ മേലാത്തവരുണ്ട്. അതവിടെ അങ്ങനെ ഞങ്ങള് തിരിച്ചു വന്നു. അപ്പൊ പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഒരിടത്തും കിട്ടുന്നില്ല. ഇവിടുന്ന് ഇറക്കിപ്പോകാനൊട്ട് നേരവും കിട്ടുന്നില്ല. ആ സമയത്ത് ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ന്യൂയോർക്കിൽ ഇറങ്ങിയ സമയത്തുള്ള കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പെട്ടിക്കകത്ത് രണ്ടുപേർക്കുള്ള ഒരു തുണി മാത്രമേ ഉള്ളൂ. അതും കൊണ്ടാണ് ഞങ്ങൾ വന്ന വഴിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വല്യമ്മ വന്നായിരുന്നു കൂടെ. കൂടെ പറഞ്ഞു വിട്ടു. അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ മേലാത്ത. അപ്പൊ അവരെ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒക്കെ ഞങ്ങൾ വന്നു. പിന്നെ കസ്റ്റംസ് ക്ലിയർ ചെയ്തു. ഞങ്ങളുടെ പെട്ടിയായിരുന്നു ആദ്യം വന്ന് അതെടുത്ത് ക്ലിയർ ചെയ്തു. അപ്പൊ അവിടെ അന്ന് എല്ലാം തുറന്ന് മലത്തിൽ കാണിക്കണമല്ലോ. തുറന്ന് മലത്തിൽ കാണിച്ച് അന്ന് സ്ക്രീനിങ് ഇല്ല. നമ്മള് തുറന്ന് കാണിക്കാൻ അവര് ചോദിക്കും എന്നുവെച്ചാൽ അതുപോലെ എടുത്ത് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അത് ലോക്ക് ചെയ്തില്ല, അടച്ചു. ലോക്ക് അതിന്റെ ഹുക്കിനകത്തിട്ട് അവിടെ വെച്ചു. എന്നുവെച്ചാൽ പുള്ളിക്കാരത്ത് ഇതിന്റെ പെട്ടി വന്നു. ഞാൻ എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോ എന്റെ പെട്ടി കാണാനില്ല. അത് മിസ്സായിപ്പോയി. സകല സാധനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉടുത്ത തുണിയല്ല, വേറെ ഒന്നും ഇല്ല എൻ്റെ കയ്യില്. രൂപ ഞങ്ങൾ പറഞ്ഞ $8 കൊണ്ടല്ലേ വന്നു. അത് പോക്കറ്റിലുണ്ട്. $8 അല്ലേ ഉള്ളൂ. അപ്പം അന്ന് $8 ഒരാൾക്ക് കൊണ്ടുവരാവുള്ളൂ. അത് കൂടുതൽ കൊണ്ടുവരാൻ പാടില്ല. എനിവേ അത് പോയി കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ആള് വന്നു. അതിനിടയ്ക്ക് പറയുന്നത് ശരിയാണോ എന്നറിയത്തില്ല. എൻ്റെ അപ്പൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ കല്യാണത്തിനുള്ള മന്ത്രകോടിയും മിന്നും അതിനകത്തായിരുന്നു, പെട്ടിക്കകത്ത്. ആ പുള്ളിക്കാരത്തി ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ വന്നല്ല, എന്നെ കൊണ്ടുപോകാനല്ല, ഈ സാധനം മേടിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടി കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചൂടായി. പുള്ളി പറഞ്ഞു അത് പിന്നെ പെട്ടിക്കകത്ത് എന്തിനാ വെച്ച, പെട്ടിക്കകത്തല്ല പിന്നെ എവിടെയാ വെക്കുന്നത്. ഇനി പുള്ളിക്കാരത്തി കുറെ വഴക്കൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോരാൻ നേരത്തെ എയർപോർട്ടിൽ കൊണ്ടുവന്ന ഒരു സാരി പുള്ളിക്കാരത്തിയിലേക്ക് കൊടുത്തു. അത് പെട്ടിക്കകത്ത് വെക്കാൻ ഒത്തില്ല, അതുകൊണ്ട് കയ്യിലിരുന്നു. പറഞ്ഞ് ഈ സാരി വേണമെങ്കിൽ കല്യാണത്തിന് ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിച്ചോന്ന് പറഞ്ഞ് അതും മേടിച്ചോണ്ട്
പെട്ടി കിട്ടി. അവിടെ അവിടെ ആ ഭാഗം വന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങള് പെട്ടിയില്ലാതെ ഈ ഉടുത്തു പോയി അവിടെ പോയി മറ്റവരുടെ തുണിയൊക്കെ ഉപയോഗിച്ച് ഇരുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ലെറ്റർ കിട്ടി. ആ പെട്ടിയുടെ പുറത്ത് ഞങ്ങളുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ അഡ്രസ്സിൽ അവർ ലെറ്റർ അയച്ചു, ഇങ്ങനെ ഒരു പെട്ടി ഇവിടെ വന്നിരിപ്പുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് ഇത് നോക്കിയെടുത്ത് കൊണ്ടുപോകുക. ഞങ്ങൾ അവിടെ ചെന്നപ്പം ആ പെട്ടി അതുപോലെ തന്നെ, ഞാൻ ആ ലോക്കറ്റ് വഴി പൂട്ടിയിട്ടില്ല, അത് അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. അതെന്തോ സംഭവിച്ചത് എന്നാന്ന് അല്ല, പെട്ടി വേറൊരു കമ്പനിയാ. ഏത് കമ്പനിയാണെന്ന് ഓർക്കുന്നില്ല. അതായത് ആ ബസിന്റെ കമ്പനി. അതായത് അത് ടൂർ ബസ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഈ പെട്ടിയെല്ലാം എടുത്തു വെച്ചിട്ടാണ് ഈ ടൂറുകാർ വന്ന് അവരുടെ പെട്ടിയെല്ലാം അവിടെ വെച്ചു. അവിടുന്ന് പോർട്ടേഴ്സ് എടുത്തോണ്ട് പോയി. ആ അടുത്തിരുന്ന പെട്ടിയും കൂടി അവര് വണ്ടിയെ കയറ്റി വെച്ചു. എല്ലാരും അവരവരുടെ പെട്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ പെട്ടി അവിടെ ഇരുന്നു. പിന്നെ കമ്പനിക്കാര് ഞങ്ങൾക്ക് ലെറ്റർ അയച്ചു. ഞങ്ങൾ അവിടെ ചെന്നു. പെട്ടിക്കകത്ത് നിന്ന് ഒരു സാധനവും പോയില്ല. അത് അതുപോലെ ആ ലോക്കും അതുപോലെ ഇട്ട പോലെ അവിടെ കിടത്തി ഇരിപ്പുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങള് കല്യാണമൊക്കെ നടത്തി. കല്യാണം നടത്തി എന്ന് പറഞ്ഞാൽ അതിനും രസമാണ്. ആ കല്യാണത്തിന് ഞങ്ങളെ വിളിച്ചില്ല. അതും എന്റെ അപ്പന്റെ കസിനാണ്. അപ്പന്റെ കസിന്റെ കല്യാണമാണ്. അവര് വിളിച്ചു. ആരെ വിളിച്ചു? ഞങ്ങൾ താമസിച്ച് ആ വീട്ടുകാരെ കല്യാണം വിളിച്ചു. അവരോട് പറഞ്ഞു നിങ്ങൾ പോരുമ്പോ അവരെ കൂടെ കൊണ്ടുപോരെ. അല്ല, കല്യാണം നമുക്കറിയാം. അവര് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൂടെ കൊണ്ടുവരില്ല എന്ന് പറയാതെ പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയുന്നത്? ഞങ്ങളോട് പറഞ്ഞില്ല കല്യാണത്തിന് എല്ലാം. അവരോട് പറഞ്ഞു അവരെയും കൂടെ വിളിച്ചോണ്ട് വേണം പോരാൻ. ഞങ്ങൾ പോയുമില്ല. അല്ല, നാട്ടിലെ ഓരോ ഇടപാടുകൾ അങ്ങനെയൊക്കെയാണ്. ദേഷ്യം കൊണ്ടൊന്നുമല്ലോ. ദേഷ്യമാണെങ്കിൽ പിന്നെ സാരി മേടിക്കാൻ പറഞ്ഞോ? ദേഷ്യം എന്തിനാ? ദേഷ്യത്തിന് പറഞ്ഞാൽ ഞങ്ങള് കളഞ്ഞതല്ലാണോ? അല്ലല്ലോ. അബദ്ധം പറ്റി അവര് കൊണ്ടുപോയി അവരുടെ പെട്ടി പോയി. ഞങ്ങളുടെ പെട്ടി ഉടുക്കാൻ തുണിയില്ല എന്നാ നീ ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങള് തുണി തരാം ഉടുക്കാൻ എന്ന് പറയാൻ, മാറാൻ തുണി തരാമെന്ന് പറഞ്ഞില്ല. ഓക്കെ, എനിവേ ജോലിയുടെ കാര്യം. ഞങ്ങള് ഇവിടെ ഇങ്ങനെ താമസിക്കാണ് ഇങ്ങനെയൊക്കെ. അപ്പോഴ് ഒരു ദിവസം രാത്രി 10 മണിയായപ്പോ ഒരു മലയാളി ഒരാൾ വിളിച്ചു, നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടിയോന്ന് ചോദിച്ചു. ഇല്ല, പെർമിറ്റ് കിട്ടിയില്ല. എന്നാൽ നാളെ ഇന്ന ഹോസ്പിറ്റലിൽ ചെല്ല്, അവിടുന്ന് പെർമിറ്റ് തരും. ഞാൻ രണ്ടുപേരെ പെർമിറ്റിന് വിടുമെന്ന് അവരോട് പറഞ്ഞു. പക്ഷെ ഒരാളെ പോകുന്നുള്ളൂ, നിങ്ങൾ വേണേ പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. പോയ സ്ഥലം ന്യൂയോർക്ക് സിറ്റി ഒന്നും അല്ല. അവിടുന്ന് ഒരുപാട് ദൂരം പോണം. അത് ട്രെയിൻ കയറി അവിടുന്ന് ബസ്സിന് കയറി പറയാം. ഞങ്ങൾ പോയത് സ്പ്രിംഗ് വാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോയത്, ഒരു ഹോസ്പിറ്റലില്. ഞങ്ങൾ പോയിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് ആരുമില്ല. ന്യൂയോർക്കിന്റെ അപ്സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി അപ്സ്റ്റേറ്റ്. അവിടെ മനുഷ്യനും ഇല്ല, ബസ്സും ഇല്ല, ഒരു കുന്തവും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. എന്നിട്ട് അവിടെ ഞങ്ങൾ പോയി ചെന്നു. ബസ് ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഏറ്റവും ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ബസ്സില്ല. അവിടുന്ന് പിന്നെ ഒരു 5-8 മൈൽ 10 മൈലെങ്കിലും പോണം. അവിടുന്ന് ടാക്സിയാണ്. അവിടുത്തെ ടാക്സി ഓടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ന്യൂയോർക്ക് സിറ്റിയിൽ ഓടുന്നവരില്ല, വഴിക്ക് കാണുന്നവരൊക്കെ കയറ്റും. നമ്മുടെ നാട്ടിന്റെ രീതിയാണ്. നാട്ടിലെ ടാക്സി ഓടിക്കുന്നല്ല, നമുക്ക് ഇറങ്ങേണ്ട അടുത്ത് കൊണ്ട് ഇറക്കും. അവർ പറയുന്ന പൈസ അവിടെ കൂടുതൽ പൈസ ഒന്നും മേടിക്കത്തില്ല, അവർക്ക് അതിന്റെ മേടിക്കത്തുള്ളൂ. പക്ഷേ ഇതാണ്, ആൾക്കാർ ഏത് വഴിക്കാ പോകുന്നത് അവിടെയെല്ലാം ആ വഴിക്കെല്ലാം കറങ്ങി തിരിഞ്ഞാണ് പോകുന്നത്. അവിടെ ചെന്നു, ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടി. പെർമിറ്റിന്റെ സൈൻ അല്ല, പെർമിറ്റല്ല കിട്ടിയ നമ്മൾ അതിനും പിന്നെ ബോർഡിന് അയക്കണം. നേഴ്സിംഗ് ബോർഡിന് അയച്ചിട്ട് അവിടുന്ന് പെർമിറ്റ് വരുന്നത്. അതായത് ഇവർക്ക് പെർമിറ്റ് കൊടുത്താൽ അവര് ജോലി കൊടുത്ത ആളാന്നുള്ള ഒരു കണ്ടീഷൻ ലെറ്റർ.
ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, ഇപ്പൊ പറഞ്ഞ പോലെ ടാക്സിക്ക് കയറി ബസ് സ്റ്റാൻഡിൽ വന്നു, അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വന്നു. ഓർത്തോണം ഞങ്ങളുടെ പൈസ ഇല്ലെന്ന് ഓർത്തോണം. പട്ടിണിയാണ് വിശ്വാസം. രാവിലെ വല്ലതും കഴിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടിൽ വരുന്ന അങ്ങനെ. അത് 1 മാസം കഴിഞ്ഞപ്പോൾ പെർമിറ്റ് കിട്ടി. പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നമ്മൾ ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ ജോലി തരത്തുള്ളൂ, വേറെ ജോലി ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയാൽ ഒരു കുഗ്രാമ, ഈ ഹോസ്പിറ്റൽ ഇല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ജോലിയും കിട്ടിയില്ല, എനിക്ക് ഒരിടത്തോട്ടും പോകാനും പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് സിറ്റിയിൽ ജോലി നോക്കിക്കളയാം എന്ന് പറഞ്ഞ് സിറ്റിയിൽ ഞങ്ങൾ ജോലി അന്വേഷിച്ചു. അത് 2-3 ആഴ്ച നോക്കി തോന്നുന്നു. അത് കഴിഞ്ഞിട്ടും അവിടെയൊന്നും ഒരിടത്തും ആരും കിട്ടുന്നില്ല. എന്നാ ഇനിയും പോട്ടെ, നമുക്ക് അവിടെ തന്നെ പൊക്കളയാം എന്നും പറഞ്ഞ് അല്ല പിന്നെ എന്നെ അടുത്ത് ജോലി ഇല്ലാതെ വല്ലവരുടെയും കൂടെ എങ്ങനെ എത്ര നാള് താമസിക്കാം? അത് നമ്മള് കാശ് കൊടുക്കുന്നുണ്ടോ? പിന്നെയും കൊച്ചിനെ നോക്കിയാൽ. അപ്പം അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങള് തിരിച്ച് ഈ പറഞ്ഞ സ്പ്രിംഗ് വാലിയിൽ ഇതുപോലെ പോയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞാ പോയി ഞങ്ങള് ഹോസ്പിറ്റലിൽ ചെന്നു, പെർമിറ്റും കാണിച്ചു. അവരോട് പറഞ്ഞു, ഇന്ന പോലെ വിവരങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ ഇവിടുന്ന് ആ പെർമിറ്റ് തന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരൊക്കെ ഓർമ്മയില്ല, പെർമിറ്റ് തന്ന പേരും ഓർമ്മയില്ല. അന്നുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു, അവിടെ ആപ്ലിക്കേഷൻ ഫോമുമില്ല, ആപ്ലിക്കേഷനും ഇല്ല. അവിടെ നമ്മളെ അറിയത്തില്ല എന്നാ ചെയ്യുന്നത്. അവിടുന്ന് ഞങ്ങള് തിരിച്ച് പോന്നു. ജോലി ചെയ്യാനുള്ള പെർമിറ്റ് വന്നു. പക്ഷെങ്കിൽ അവിടെ അന്ന് പെർമിറ്റിന് ഒരു ലെറ്റർ തന്നപ്പോ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്ത ജോലി. അതായത് പെർമിറ്റും കൊണ്ട് അവിടെ ചെല്ലുമ്പം അവര് ആ ആപ്ലിക്കേഷൻ ഫോമുമില്ല, അവരൊട്ട് ഓർക്കുന്നുമില്ല. അപ്പൊ പിന്നെ എന്നാ എടുക്കുന്നത്, ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു. രാവിലെ ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പോകുന്നതാണ്. ഈ പറഞ്ഞ പരിപാടി എല്ലാം കഴിയുമ്പോഴത്തേക്കിനൊരു 3 മണി 4 മണിയായി കാണും. അങ്ങനെ പോയിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് ഒരു പ്രശ്നമുള്ളത്, വിശന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് തലവേദന എടുക്കും, ഛർദിക്കും, ഇങ്ങനെയൊക്കെ പ്രശ്നമായി. വല്ലതും കയറി കഴിക്കാൻ കാശില്ല. കാശ് കൊടുത്ത് കഴിച്ചാൽ വീട്ടിൽ പോരാൻ മാർഗമില്ല. അത് അങ്ങനത്തെ ഒരു രീതിയിൽ ഞങ്ങള് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ പോരുമ്പോൾ അവിടുന്ന് ഞങ്ങൾ ടാക്സിക്ക് വന്ന് അവിടെ ബസ്സിന്റെ അവിടെ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ ബസ്സിൽ കയറി. ബസ്സിൽ ആകപ്പാടെ 2-3 പേരേ ഉള്ളൂ. അവിടെയൊന്നും അധികം പേരൊന്നും ബസ്സിനില്ല, കയറുന്നില്ല. ഞങ്ങൾ കയറി പുറകിലത്തെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുക, 2 പേരും കൂടെ മുന്നോട്ട് നോക്കി ഇനി എന്നാ ചെയ്യുന്നതെന്ന് വിചാരിച്ചിരുന്നപ്പം പുള്ളിക്കാരത്ത് പറഞ്ഞു, വിശക്കുന്നുണ്ട്, തലവേദന എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, തലവേദന എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മടിയിലോട്ട് തലയും വെച്ച് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി മടിയിലോട്ട് കിടന്നു കഴിഞ്ഞ ഉടനെ ഒരൊറ്റ ഛർദിച്ചത് എവിടെയാ? എന്റെ പാൻറ്റകള് ബസ്സിനകത്ത് ഇതെല്ലാം കഴിക്കുക. നമ്മുടെ പുതിയതല്ലേ ന്യൂയോർക്കില, എന്നതാ ചെയ്യുന്നെന്ന് അറിയത്തില്ല. അപ്പം അത് ഞങ്ങള് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് ഇവളെ ഛർദിപ്പിച്ചതെന്നാ പറയുന്നത്. ഇത് ഛർദിച്ച് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയപ്പം ഒരു ന്യൂസ് പേപ്പർ അവിടെ കിടപ്പുണ്ട്. അതെടുത്ത് ഞാൻ അതുകൊണ്ട് ഈ ഛർദിലെല്ലാം കൂട്ടുക. ഡ്രൈവർ കാണുന്നുണ്ടോ കാണുന്നില്ല അവനൊന്നും പറയുന്നൊന്നുമില്ല. ഞാനിതിങ്ങനെ കൂട്ടിയിരുന്നപ്പം ആ പേപ്പറിന്റെ ഒരു മൂലയ്ക്ക് ഒരു വേക്കൻസി, നേഴ്സിംഗിന്റെ വേക്കൻസി എന്ന് കണ്ടു. ഞാൻ അത് പറിച്ച് പോക്കറ്റിലിട്ടു. എന്നുവെച്ചാൽ പോന്നു, വീട്ടിൽ വന്നു, എല്ലാം നേരെയായി. 2 ദിവസം കഴിഞ്ഞപ്പം അവിടെ വിളിച്ചു കഴിഞ്ഞ ഉടനെ അവര് ഇന്റർവ്യൂവിന് എല്ലാം പറഞ്ഞു. അവിടെയാണ് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത്. അത് ഒരു ദൈവാനുഗ്രഹമാണ്, ദൈവം കാണിച്ചതെന്നാണെന്ന് ഞാൻ പലരോടും പറയുമ്പോ നീ ഉണ്ടാക്കി കഥ പറയുന്നതാണ്. ഉണ്ടാക്കിയല്ല. എനിക്ക്
എനിക്ക് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെ വലിയ ദൈവാനുഗ്രഹം പിന്നെ പറയാം, പറഞ്ഞുകൊണ്ട് വരുന്നത് അവിടേക്ക് വന്നില്ല. അവിടെ വന്നു ഒരു നേഴ്സിംഗ് ഹോമിലായിരുന്നു. അവിടെ ചെന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെ ഒരു ഇംഗ്ലണ്ടുകാരി ഒരു ഇംഗ്ലണ്ടുകാരി അവിടുത്തെ പിന്നെ ഡയറക്ടർ പുള്ളിക്കാരത്തേക്ക് വലിയ ഇഷ്ടമായി. അപ്പം പുള്ളിക്കാരത്തി വേറെ 2-3 മലയാളികളെയും കൂടെ അവിടെ ഹയർ ചെയ്തു. അവരെല്ലാരും കൂടെ അവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞു. അയ്യോടാ. എന്നിട്ട് അവർക്ക് വലിയ സന്തോഷമായി. അവര് അങ്ങനെ ഞങ്ങളൊരു ഫാമിലി മാതിരി കഴിഞ്ഞു. അവര് പിന്നെ ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ വരികയും ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കുകയും പുറത്ത് പോവുകയും പുറത്തു പോകാനൊക്കെ ഇല്ല, ഇനിയും ഛർദിച്ച തല്ലി ഇല്ലല്ല. അപ്പൊ അത് കഴിഞ്ഞ് ഡയറക്ടർ ഞങ്ങളൊരു ഫാമിലി മാതിരിയാണ്. കാരണം വീക്കെൻഡിലൊക്കെ പുറത്ത് പോകുന്നൊക്കെ അവരും വരും കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂടെ വരും. ഞങ്ങൾ അവരും കൂടെയൊക്കെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അവർക്ക് വലിയ ഇതായി. അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ കുറച്ചുനാൾ അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് മാറണമല്ലോ. കാരണം അന്നേരത്തേക്കിന് പൈസ ആയില്ല, എന്നാലും ശമ്പളം കിട്ടാൻ ജോലിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് പൈസയില്ല. ഞങ്ങളെ ഇത് ജനുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. 74 ജനുവരി, അതായത് ഡിസംബറിൽ ഞങ്ങൾക്ക് പിന്നെ ഇതായിരുന്നു. ജനുവരിയിൽ ഞങ്ങൾക്ക് ജോലിയായി. ഞങ്ങൾക്ക് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ജോലിയായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലി അന്വേഷിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ജോലി അന്വേഷിക്കാൻ പോകാൻ തുടങ്ങി. അത് പറയാം. അത് കഴിഞ്ഞ് പൈസയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു ദിവസം മറ്റവരുടെ കൂട്ടത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങളൊരു അവിടെ മൻഹാട്ടനില് 13th സ്ട്രീറ്റ് ആൻഡ് 3rd അവന്യൂല് ഞങ്ങള് എന്നിട്ട് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരികയാണ്. ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഡൽഹി വെച്ച് പരിചയമുള്ള ഒരു പാർട്ടി ഇവിടുന്ന് അങ്ങോട്ട് വരുന്നു. അവര് ഫാമിലി, ഹസ്ബൻഡും വൈഫും ഉണ്ട്. അവര് ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് കണ്ടാ അറിയുമോ എന്ന് അറിയത്തില്ല, ഏതായാലും നമുക്കൊന്ന് കയറി മുട്ടിക്കളയാം. അതിന് എന്നെ എടുത്തു. ഇവരിവിടുന്ന് അങ്ങോട്ടല്ലേ വരുന്നത്, ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റിലായിരുന്നു. രണ്ടുപേരും 2 സൈഡില്ല. ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് നടന്നു റോഡ് ക്രോസ് ചെയ്ത് അതിലൂടെ ഇങ്ങോട്ട് വന്നു. അതൊക്കെ വന്നു കഴിഞ്ഞ് കണ്ടു, അറിഞ്ഞു, പരിചയപ്പെട്ടു, വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അവര് ഓർത്തഡോക്സുകാരാണ്. അവര് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ പള്ളി വരുന്നുണ്ടെങ്കിൽ ഇതിലൂടെ വന്ന് ഞാൻ കൊണ്ടുപോകോളാം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങൾക്ക് ജോലി കിട്ടി, ഒരു അപ്പാർട്ട്മെന്റ് എടുക്കണം, പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം പുള്ളി പറഞ്ഞു, ഇയാൾക്ക് എത്ര പൈസയാണ് വേണ്ടി, ഞാൻ തരാമല്ലോ, ജോലി കിട്ടി കഴിയുമ്പം തന്നാ മതി എന്നും പറഞ്ഞു. പുള്ളി പൈസ തന്നു. ഞങ്ങൾ വേറെ അപ്പാർട്ട്മെന്റിലോട്ട് മാറി. നമ്മള് ഈ പറഞ്ഞ പോലെ കൊച്ചിനെ നോട്ടമൊക്കെ അങ്ങ് നിർത്തി. അപ്പോഴ് ഞങ്ങള് പുള്ളി പൈസ തന്നു. ഞങ്ങള് അപ്പാർട്ട്മെന്റ് എടുത്ത് മാറി. അപ്പൊ ഞങ്ങൾ താമസിച്ച വീട്ടുകാർക്കൊരു ഇത് എവിടുന്ന് ഇവർക്ക് ഈ പൈസ കിട്ടിയേ. അപ്പൊ അവർക്ക് അന്നേരം അതൊരു വലിയ വിഷമായിപ്പോയി. കാരണം പിന്നെ കൊച്ചിനെ നോക്കാൻ ആളില്ല. അപ്പോഴത്തേക്കിന് അവര് കയറി മൂളാൻ തുടങ്ങി. നേരത്തെ പറയാൻ അവരോടൊന്നും ചെയ്യുന്നില്ല. അവരൊക്കെ കൊണ്ടുപോയില്ല, ഒന്നും ചെയ്തില്ല. നമ്മളെ പിടിച്ച് കൊച്ചിനെ നോക്കാനും വീട് തയ്ച്ച് കഴുകാനും ഒക്കെ ഉപയോഗിച്ചതല്ലാതെ ഭക്ഷണം തന്നു. 73-ല്. അങ്ങനെ 74-ൽ 2 പേർ പുള്ളിക്കാരത്തേക്ക് ജോലിയായി.
പുള്ളിക്കാരത്ത് പോകാൻ തുടങ്ങി, ജോലിക്ക് പോകാൻ തുടങ്ങി. ഞങ്ങള് താമസിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ന്യൂയോർക്കിലില്ല. കാരണം മുഴുവൻ താഴോട്ട് ഇറങ്ങിയാൽ കറമ്പന്മാരെന്നല്ല, ഈ കള്ളുകുടിയന്മാര്, പിന്നെ എന്നാ തെണ്ടി നടക്കുന്നവര്, തെണ്ടികള്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയത് 2ാമത്തെ ഫ്ലോറിലാണ് ഈ അപ്പാർട്ട്മെന്റ് കിട്ടിയത്. ഞങ്ങള് ഈവനിങ് ഡ്യൂട്ടിയാ ചെയ്യുന്നത്. ഈവനിങ് ജോലിയും കഴിഞ്ഞ് വരുമ്പോ ഒരു 11:30-12 ആകും. അവിടെ നിന്ന് വന്നിട്ട് തന്നെ വേണം വീട്ടിലോട്ട് കയറി വരാൻ. അങ്ങനെ കയറി വരുന്ന സമയത്ത് ഈ കള്ളൂടിയന്മാരെയൊക്കെ ചവിട്ടി അവരുടെ പുറത്തൂടെ കവച്ചൊക്കെ വെച്ച വേണം വരാൻ. അങ്ങനെ ഞങ്ങള് ഒരു വർഷം അവിടെ താമസിച്ചു. പക്ഷെങ്കില് അവരാരും ഉപദ്രവിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇതിനോടിടയ്ക്ക് മലയാളികൾ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അന്ന് പെണ്ണുങ്ങളെ ഉള്ളൂ. അന്ന് പെണ്ണുങ്ങളുള്ളതൊക്കെ ആരെങ്കിലും അവരുടെ ഫ്രണ്ട്സ് അല്ലെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഉള്ളൂ. അല്ലാതെ നമുക്ക് കയറി ഇറങ്ങി പോകാനോ ഒന്നും ഫാമിലി ആയിട്ടുള്ളവരാരും ഇല്ല. വളരെ ചുരുക്കത്തിലേ ഉള്ളൂ. അപ്പോഴേ അങ്ങനെ ഞങ്ങള് അവിടെ താമസിച്ചു. പക്ഷെ ഞങ്ങൾക്ക് യാതൊരു വിധമായ ഉപദ്രവങ്ങളും ഉണ്ടായിട്ടില്ല. അവിടെ ഒരാള് വണ്ടി പാർക്ക് ചെയ്താല് പുറത്തുനിന്ന് എവിടെയെങ്കിലും വന്ന ഒരാൾ വണ്ടി വഴി പാർക്ക് ചെയ്ത് അവിടെ ഇട്ടാൽ അതിന്റെ വീൽ അവർ ഊരിക്കൊണ്ട് പോകും. അത് തീർച്ചയായും. അന്ന് വീൽ ഊരുക ഇല്ല. ഡ്രൈവിംഗ് ലൈസൻസ് അത് നോക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ജോലിയായില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ അന്നത്തെ കാറിന്റെ വലിയ ലക്ഷറി കാർ എന്ന് പറയുന്ന ഒരു റേഡിയോ ഉള്ള കാറാണ്. അന്ന് റേഡിയോ ഉള്ള കാറുകളില്ല. റേഡിയോ ഉള്ള കാറ് കൊണ്ടിട്ടാൽ അവന്മാര് റേഡിയോ പറിച്ചോണ്ട് പോകും. കാറിന്റെ വീല് ഉരിക്കൊണ്ട് പോകും. എന്നതേലും അവര് ചെയ്തു തരും. എന്ന് പറഞ്ഞാൽ അവരത് അങ്ങോട്ട് മാറ്റി വെച്ച് വിൽക്കും. ഇപ്പൊ നമ്മുടെ തന്നെയാ ഒരെണ്ണം മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവന്മാരോട് ചോദിച്ചാൽ അവന്മാര് തല്ലും. $100 ഒന്നും കൊടുക്കാൻ 50 കൊടുത്താലും അവർക്ക് നട്ടം വില ഉള്ളതാണ്. അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞില്ല. ഹോസ്പിറ്റലില് സുഖമല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ടർ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഭാവിയല്ലേ, വീട്ടിൽ വരും, ഞങ്ങള് ഒന്നിച്ച് പിന്നെ എനിക്ക് വൈകിട്ട് വരുമ്പോ എന്റെ കൂടെ ചെയ്യുന്ന ഈ ഓൾറെഡി ചെറുക്കന്മാരുണ്ട്. അമ്മമാരെന്നെ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ്സെ കയറ്റി വിട്ടേച്ച് അവന്മാര് പോകും. അമ്മമാരൊക്കെ ഒത്തിരി ഹെൽപ്പ് ഉണ്ട്. കാരണം ഹോസ്പിറ്റലിന്റെ അവിടെ ഇതിനേക്കാൾ വേസ്റ്റ്. അവിടുന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ പിന്നെ നേഴ്സ് സൈഡ് ഉണ്ട് ആണുങ്ങള്, അവര് കൊണ്ടുവന്ന് ബസ്സെ കയറ്റി വിടും. നല്ല ചെറുക്കന്മാരാണ്. അവര് തന്നെ ബസ്സെ കയറ്റി സേഫ് ആയിരുന്നു അവര് പോകത്തുള്ളായിരുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം ഇവളും വേറൊരു പെണ്ണും കൂടെ പിന്നെ അവിടുന്ന് ഇറങ്ങി ബസ്സേ കയറാൻ വന്നപ്പോഴത്തേക്കിന് ബസ് പോകുന്നു. ഇവർ രണ്ടുപേരും കൂടി ഓടി ഉടനെ പോലീസ് പുറകെ. അങ്ങനെയാണ് ബസ് മിസ്സായി പോയിരിക്കാൻ വേണ്ടി ഇവർ ഓടിയതാണ്. പക്ഷെ പോലീസുകാർ ഓർത്ത് ആരാണ്ട് കള്ളന്മാർ ഓടിക്കുന്നതെന്ന് വിചാരിച്ച അവര് പുറകെ. അല്ല, അങ്ങനെ സേഫ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാന് ഡ്രൈവിംഗ് പഠിച്ചു. പക്ഷെ വണ്ടി മേടിച്ചില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. കാരണം അവിടെ ഒരിടത്തും പാർക്ക് ചെയ്യാൻ പറ്റില്ല. തന്നെയല്ല, പാർക്ക് ചെയ്താല് ഈ പറഞ്ഞ പോലെ ഡോറോ അതെ അങ്ങനെയാ പോകുന്നത്. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അന്നത്തെ കാലത്ത് ഈ 2 രൂപ മണിക്കൂറിന് ചെയ്യുന്ന കാറ് മേടിച്ചാൽ കാറ് പാർക്ക് ചെയ്യണമെങ്കിൽ 150 രൂപ ഒരു പാർക്കിങ്ങിലൊക്കെ ആയിരുന്നു പാർക്ക് ചെയ്യുന്നതിന്. അങ്ങനെ മേടിക്കാതെ ഇങ്ങനെ ഇരുന്നു. എനിവേ, ഞാൻ രാത്രിയില്ല ചെയ്യുന്ന, ഇവള് പകലും. അപ്പൊ 2 രൂപ അത് പറയാം. ചേസ്മെന്റ് ആട്ടൻ ബാങ്കിലാ കിട്ടിയ. അതിന്റെ ചരിത്രം എന്റെ ജോലിയുടെ വരുന്നുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ ജോലി അന്വേഷിക്കാൻ പോയി. ചെന്നൊരു ഫാക്ടറിയിലാണ് ചെന്ന് കയറിയത്.
എവിടെയെങ്കിലും ചെയ്യണമല്ലോ. നമുക്കൊന്നുമില്ല, നമുക്ക് പ്രൊഫഷണലായിട്ടൊന്നുമില്ല. ആ പടേ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സും ഗുസ്തിയേ ഉള്ളൂ. പിന്നെ നാട്ടില് ഞാൻ മിലിറ്ററിയിലായിരുന്നു. അതുകൊണ്ട് ആ മിലിറ്ററിയുടെ എന്ന് പറഞ്ഞാല് 2-3-4 വർഷമേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് അവിടുന്ന് ചാടിപ്പോന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ പോയി. ഡൽഹിയില് ഹരിയാന ഗവൺമെന്റിലാണ് ജോലി ചെയ്തത്. അവിടെ ചെയ്തത് എനിക്ക് സുഖമായിരുന്നു. കാരണം ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് ഓഫീസിൽ, അതായത് ഗവൺമെന്റ് സ്ഥലം പിന്നെ ആൾക്കാർക്ക് വിൽക്കുന്ന ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഓപ്ഷൻ അല്ല, അത് അതിനകത്തായിരുന്നു അവര് പ്ലോട്ട് വിൽക്കുന്നത്. അങ്ങനെ പ്ലോട്ട് വിൽക്കുന്നതിലായിരുന്നു ഞാൻ. അപ്പം എനിക്ക് അവിടെ ജോലി കിട്ടി. കിട്ടിക്കഴിഞ്ഞപ്പോഴ് എന്നെ എല്ലാ മനുഷ്യരും അറിയാം. അവിടെ അന്ന് ഈ പിന്നെ ഗവൺമെന്റ് ഓഫീസല്ലേ, കൈക്കൂലി ഇല്ലാതെ ഒരു മനുഷ്യൻ ഞങ്ങളുടെ അവിടുത്തെ ഓഫീസിന്റെ വാതിക്കലെ നടക്കലിലെ കാല് കുത്തണമെങ്കിൽ 5 രൂപ ചൗക്കദാർക്ക് കൊടുക്കണം, അല്ലാതെ അതിനകത്ത് കയറാൻ ഒക്കില്ല. അങ്ങനെയുള്ളിടത്താണ് എനിക്ക് ജോലി കിട്ടിയത്. ഹിന്ദിയും പഞ്ചാബിയും എല്ലാം കൂടെ കലർന്ന ഒരു ലോക്കലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹിന്ദിയും പഞ്ചാബിയാണ് മിക്സ് ചെയ്യുന്നത്. കറസ്പോണ്ടൻസ് ഹിന്ദിയാണ്. അതൊക്കെ ലെറ്റർ മുഴുവൻ ഹിന്ദിയിൽ എഴുതണം. അപ്പൊ എന്റെ ഇന്റർവ്യൂ വളരെ രസമായിരുന്നു. കാരണം ഞാനും എന്റെ കൂടെ 9 എക്സ് സർവീസ്മാൻമാരുള്ള, ഞാനും എക്സ് സർവീസ്, അവരും എക്സ് സർവീസ്. അതില് ഏറ്റവും കുറച്ച് സർവീസ് ഉള്ളത് എനിക്ക് 4 വർഷം. ബാക്കിയുള്ളവർ 15 വർഷം 20 വർഷം ഒക്കെ ചെയ്ത വല്യപ്പന്മാരാണ്. എല്ലാരും കൂടെ ചെന്നു. ഞങ്ങൾ ഇന്റർവ്യൂവിന് ചെന്നു കഴിഞ്ഞ് ഓരോരുത്തരെ വിളിച്ചു. ഒരു സർദാർജി വിളിച്ചു. അവിടെ ചെന്നു എല്ലാവരോടും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. എല്ലാരെയും ഇങ്ങനെ മാറ്റി വെച്ച് എല്ലാവരുടെയും ഈ മിലിറ്ററി സർവീസിന്റെ ബുക്ക് എല്ലാം മേടിച്ച് പുള്ളി അത് തുറന്ന് നോക്കും. എന്നാ നോക്കെന്ന് അറിയില്ല. എനിവേ ഇങ്ങനെ നോക്കി 10 പേരെ ഇന്റർവ്യൂ എടുത്തു. എന്റെ ഇന്റർവ്യൂവിന് ചെന്നപ്പോഴായിരുന്നു കഠിനമായ ഇന്റർവ്യൂ. എന്നോട് ചോദിച്ചു, നിനക്ക് ഹിന്ദി പറയാൻ അറിയാവോ, ഹിന്ദി എഴുതാൻ അറിയാവോ, വായിക്കാൻ അറിയാവോ? ഞാൻ പറഞ്ഞു, നീ ഹിന്ദിയിലാ ചോദിക്കുന്നത്, ഞാൻ മറുപടി പറയുന്നത് ഹിന്ദിയിലാണെങ്കിൽ നിനക്കറിയാമല്ലോ എനിക്ക് ഹിന്ദി അറിയാവുന്ന. അങ്ങനെ ഞാൻ മറുപടി പറഞ്ഞു. അല്ലാതെ എനിക്ക് ഹിന്ദി അറിയാവുന്നല്ല പറഞ്ഞ. നീ ഹിന്ദി ചോദിക്കുമ്പോൾ ഞാൻ ഹിന്ദി മറുപടി പറയുമ്പോൾ എനിക്ക് പറയാൻ അറിയാവുന്ന നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. എന്നാലും ചോദിച്ചു, നിനക്ക് എഴുതാൻ അറിയാവോ? ഞാൻ പറഞ്ഞു, എഴുതാൻ അറിയാം. വായിക്കാൻ അറിയാവോ? വായിക്കാനും അറിയാം. ഉടനെ ഒരു പിയൂണിനെ വിട്ട് ഒരു ഹിന്ദി പുസ്തകം കൊണ്ടുവന്ന് പുള്ളി വായിച്ചു. എന്നോട് പറഞ്ഞ് എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി പുള്ളിയുടെ കൊടുത്തു. നോക്കിയപ്പം ഓക്കെ കഴിഞ്ഞിട്ട് പുസ്തകം എന്റെ തന്നു. വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെ ഹിന്ദിയിൽ വായിച്ചും കേൾപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ 10 പേരുടെ ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പം ഇത് എടുത്തു നോക്കിയപ്പം ഈ പുള്ളിക്ക് പിന്നെ ആർമിയുടെ റിട്ടയർമെന്റ് അല്ല, ഇത് ഈ ബുക്ക് എന്നാന്ന് അറിയില്ല. പുള്ളി ഇങ്ങനെ മറിച്ച് ഓരോ പേജുകളെ നോക്കുക. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊന്നും പുള്ളി നോക്കുന്നൊന്നുമല്ല. ഇങ്ങനെ മറിച്ച് ചെന്നപ്പോ ക്യാരക്ടർ എന്ന് കണ്ടു. അവിടെ നോക്കിയപ്പോ സാറ്റിസ്ഫാക്ടറി എന്ന് എഴുതിയിരിക്കുന്നു ഇതിന്റെ. ഉടനെ പുള്ളി അത് മാറ്റി അവിടെ വെച്ചു. അടുത്ത ആളിന്റെ നോക്കി, അതും സാറ്റിസ്ഫാക്ടറി അവിടെ വെച്ചു. വേറൊരുത്തന്റെ നോക്കി, അതിങ്ങനെ ഗുഡ്, അത് ഇപ്പുറത്തോട്ട് വെച്ചു. അപ്പം ഇങ്ങനെ ഗുഡും സാറ്റിസ്ഫാക്ടറി എല്ലാം നോക്കി വന്ന് അവസാനം വന്നപ്പം എന്റെ ഇത് വന്നു കഴിഞ്ഞപ്പം വെരി ഗുഡ് എന്ന് എഴുതി വെച്ചു. അപ്പം വെരി ഗുഡ് എന്ന് എഴുതി വെച്ചു. അത് അപ്പുറത്തും മാറ്റി വെച്ചു. അത് 1. അപ്പം വേക്കൻസി 1 ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ അടുത്തു, ഈ ഗുഡും വെരി ഗുഡും ഇവിടെ വെച്ചു എന്നുവെച്ച് മറ്റുള്ളവരോട് പറഞ്ഞു വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. എന്നുവെച്ചാൽ ഈ ഗുഡും വെരി ഗുഡും വെച്ച പിറ്റേ ദിവസം ഞങ്ങളെ വിളിച്ചു, ഞങ്ങളോട് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ 2 പേരും വന്നു കഴിഞ്ഞ ഉടനെ അറിയാം, ഞാൻ ഇന്ന് ആരെയും നിങ്ങളെ 2 പേരെയും ഹയർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. കാരണം ഗവൺമെന്റ് റൂൾ അനുസരിച്ച് 21 വയസ്സിൽ കൂടിയ ആൾക്കാരെ എടുക്കാൻ പറ്റില്ല. കാരണം
മറ്റേ പുള്ളി 20 വർഷം ആർമി ചെയ്ത, ഞാൻ 4 വർഷം ആർമി ചെയ്ത, പിന്നെ എങ്ങനെയാ ഇത് 21 വർഷം വയസ്സാകുന്നത്? അപ്പൊ ഞാൻ സർദാർജിയോട് പറഞ്ഞു, സർദാർജി അതിനൊരു വേറൊരു റൂളുണ്ട്. അതായത് 21 വയസ്സെന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ള വയസ്സിൽ നിന്ന് ഞങ്ങളുടെ സർവീസ് കുറയ്ക്കുമ്പം 21 വന്നാൽ അവരെ 21 കണക്കാക്കാം. അല്ലാതെ 20 വർഷം ജോലി പിന്നെ ആർമി ചെയ്തവനെങ്ങനെ 21 വയസ്സായിരുന്നു? അങ്ങനെ ഒരു റൂൾ ഉണ്ടെന്ന് അത് പുള്ളി അറിഞ്ഞു പോയി. ആ പുള്ളി ഏട്ടനെ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ, എനിക്കിതൊന്നും അറിയാൻ മേല, എന്നെ കൊണ്ട് പറ്റുകയില്ല. അങ്ങനെ റൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾ റൂളും കൊണ്ട് പോവാ, ഞാൻ നേരം നോക്കാന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അവിടുന്ന് ഇറങ്ങി. ഈ 20 വർഷം ചെയ്ത പുള്ളി എന്നോട് ചോദിച്ചത് എവിടെയാ കിട്ടുന്നത്? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എവിടെയാ കിട്ടുന്നത്. ഞാൻ അവനോട് പറഞ്ഞു വെച്ചാൽ എനിക്കറിയാം എവിടെയാ ഇരിക്കുന്നത്. ഞാൻ അവിടുന്ന് നേരെ ബസ്സിന് ഡൽഹിക്ക് പോയി. ഡൽഹി ചെന്ന് ഒരു ആർമി ക്യാമ്പിൽ കയറി. അവിടെ കയറി അവരുടെ വരാന്ത വഴി ഇങ്ങനെ നടന്നപ്പം ഒരു ക്യാപ്റ്റൻ തോമസ്, മലയാളിയാ ക്യാപ്റ്റൻ. ഞാൻ ചോദിച്ചൊന്നുമില്ല, അകത്ത് കയറി. ഞാൻ പറഞ്ഞു സാറേ എന്നോട് ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. അതൊന്ന് എനിക്കൊന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഇന്ന ബുക്കിനകത്ത് ഇത്രാമത്തെ പേജിലുണ്ട്. എനിക്കത് അറിയാം എവിടെയായിരിക്കും. കാരണം നമ്മൾ ഇതിനു മുമ്പ് ജോലി അന്വേഷിച്ചപ്പോ ഇതൊക്കെ തിരക്കിച്ചാ പോകുന്നത്. ആ ഭാഗം കണ്ട് പുള്ളിയോട് ഞാൻ പറഞ്ഞു, സാറ് ഇതൊന്ന് ടൈപ്പ് ചെയ്ത് ഇതൊന്ന് അറ്റസ്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞോ കുഴപ്പമില്ല. പുള്ളി ഉടനെ തന്നെ ഒരാളെ വിളിച്ച് ടൈപ്പ് ചെയ്തു, അറ്റസ്റ്റ് ചെയ്തെന്ന്. ഞാൻ ബസ്സിൽ കയറി തിരിച്ചു പോയി. അവിടെ എനിക്ക് 26 വയസ്സാണ്. 25-26 വയസ്സാണ്. ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു. സർദാർജി ഉടനെ തന്നെ നോക്കി. പുള്ളി സാറ്റിസ്ഫൈ ആയി. പുള്ളി ക്ലർക്കിനെ വിളിച്ചു. ഉടനെ പറഞ്ഞു അപ്പോയിന്റ്മെന്റ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് ടൈപ്പ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഞാൻ മേടിച്ചു. അപ്പോയിന്റ്മെന്റ് ഞാൻ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഈ വയസ്സും പുള്ളി 5 മണിയായപ്പം തെറിച്ച് വരുന്നു. പുള്ളിക്ക് കിട്ടിയില്ല. പുള്ളി ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു നിനക്കറിയായിരുന്നു എന്നോട് എന്നാ എന്ന് പറയും. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ എന്നെ ഇരിക്കുന്നത്, ഞാനും ജോലി അന്വേഷിക്കുന്നെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ മാത്രം ഒരു മലയാളിയാ ഓഫീസിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങള് മുഴുവൻ അക്കൗണ്ടിങ് ആണ് ഞങ്ങളെ പരിപാടി. ഒരു 10-20 പേര് ഒരു മുറിയിലെ വലിയൊരു ഹോളാണ്. ഇങ്ങനെ വട്ടയിരിക്കാണ്. എല്ലാവരും ഇൻഡിപെൻഡന്റ് ഡീലിംഗ് ആണ്. അതായത് ഒരു സെക്ടർ ഒരാൾക്കാണ്, വേറൊരു സെക്ടർ ഇങ്ങനെ ഓരോരുത്തരും. അങ്ങനെ വന്ന് എനിക്ക് ഫാക്ടറിയാ കിട്ടിയത്. അപ്പൊ അതിനകത്തെ കണക്കുകൾ നോക്കണം, അവരുടെ പിന്നെ ഇൻസ്റ്റോൾമെന്റ് നോക്കണം, ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടണം, ഇതെല്ലാം ചെയ്യണം. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാവരും എന്റെ അടുക്ക വന്ന് കഴിയുമ്പോൾ ഇവന്മാരെല്ലാം എന്നെയാ നോക്കുന്നത്. ഏതായാലും ഹിന്ദി പറയാൻ അറിയാവോ, എന്നതാ പറയുന്നത് എന്നതാണെന്ന് അറിയത്തില്ല. അപ്പം എന്റെ അടുക്ക വന്നു കഴിഞ്ഞാല് ആർക്കും ചെയറില്ല. ബാക്കിയുള്ളവർക്കെല്ലാം ഈ വിസിറ്റേഴ്സ് കസ്റ്റമേഴ്സിന് ഇരിക്കാൻ ഒരു ചെയർ ഇട്ടേക്കുക. എനിക്ക് മാത്രം ചെയറില്ല. ഒരാൾ വരിക, കാര്യം ചോദിക്കും, വിവരം എന്നാണെന്ന് ചോദിക്കും. 5 മിനിറ്റ് കൊണ്ട് കാര്യം ശരിയാണേ ശരി, തെറ്റാണേ തെറ്റ്, അത്ര തന്നെ അങ്ങ് പറഞ്ഞു വിടും. മറ്റവരെന്നാന്ന് ചോദിച്ചാൽ അവിടെ ഇരുത്തി വർത്തമാനമൊക്കെ പറഞ്ഞ് ലോകവും കാര്യമൊക്കെ പറഞ്ഞൊരു കാപ്പിയൊക്കെ വരുത്തി കുടിച്ച് ഈ കസ്റ്റമറാ മേടിക്കുന്ന, അല്ലാതെ കുടിച്ച് അല്ലെങ്കിൽ അവരുടെ കൂടെ പുറത്ത് ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ പോയി വല്ലതും കഴിച്ച് കുടിച്ച് ഇങ്ങനെ വരും. ഞാൻ ഇതേ ഉള്ളൂ പരിപാടി. വരിക, അതിനോട് വിവരം പറയുക, ചെയ്യാവുന്നതാണെ ചെയ്യാമെന്ന് പറയും, ചെയ്യാൻ മേലാത്താണെ ചെയ്യാൻ മേലാന്ന് പറയും. അല്ലെങ്കിൽ അത് ചെയ്യാവുന്ന ഏതെങ്കിലും വശം ഉണ്ടെങ്കിൽ അത് പറയും, ഇന്ന ചെയ്താൽ ഇത് ചെയ്തു തരാമെന്ന്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് പബ്ലിക്കിന് എന്നോട് വലിയ ഇഷ്ടമാണ്. കാരണം എന്നാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒന്നും കൈക്കൂലി ഇല്ല, ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഒരുത്തൻ എന്നോട് പറഞ്ഞു, അതായത് ഞങ്ങളുടെ അവിടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ, അവിടുത്തുകാരനാണ്. അവൻ എന്നോട് പറഞ്ഞു, എടാ ഈ ഫാക്ടറിക്കാർ വരുമ്പം അവർ തരുന്ന പൈസ നീ വാങ്ങിക്കണം. അവർ പൈസ തരും, നീ ചോദിക്കുന്നു, അല്ലാതെ എനിക്ക് തന്നിട്ടുണ്ട്. ഒരിക്കലും ഒരു 10 രൂപ കൊണ്ട് എൻ്റെ പോക്കറ്റിലില്ല, ഞാൻ 10 രൂപയും കൊണ്ട് ഓടി. എന്നിട്ട് 10 രൂപ മേടിക്കാതെ ഓടി.
എന്നിട്ട് പുള്ളി എന്റെ പുറകെ കൊണ്ടുവന്ന് പോക്കറ്റിൽ ഇട്ടേച്ച് പോയി. അതുകൊണ്ട് വൈകിട്ട് വന്ന് കൂട്ടുകാർക്കെല്ലാം ഐസ്ക്രീം മേടിച്ചു. അന്ന് കല്യാണവും കഴിച്ചിട്ടൊന്നുമില്ല. ഓ അത് ശരി, അച്ഛൻ ബാച്ചിലറാണ്. ഓക്കെ. എന്നിട്ട് എത്ര വർഷം അങ്ങനെ പോയി അച്ഛൻ അവിടെ ഹരിയാന ഗവൺമെന്റ്? അവിടെ 68 മുതൽ 71 വരെ. 71 വരെ 3 വർഷം. 71 അല്ല, 73 വരെ. 73 വരെ ഞങ്ങളിങ്ങോട്ട് പോയി. ഗവൺമെന്റ് സർവീസാ, പക്ഷെ ടെമ്പററിയാ. പെർമനന്റ് ആക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓഫീസർ എന്നോട് പറഞ്ഞ് ഇന്ന പോലെ ചെയ്താൽ ഞാൻ നിന്നെ പെർമനന്റ് ആക്കാം. അത് ശമ്പളമുണ്ട്, ശമ്പളമുണ്ട്. ഈ പിന്നെ കൈക്കൂലി മാത്രമേ ഇല്ലാതെയുള്ളൂ, അത് മേടിക്കത്തില്ല. അത് കഴിഞ്ഞ് എങ്ങനെ അങ്ങനെയുള്ള ഫണ്ടുകൾ ഇതിനൊന്നും ഞാൻ നിന്നില്ല. എന്നെ പെർമനന്റ് ആക്കാമെന്ന് പറഞ്ഞിട്ട് അതിനും ഞാൻ നിന്നില്ല. കാരണം എന്നെ 200 രൂപ 200 രൂപ കൊണ്ട് സുഖം അന്നത്തെ കാലം. ഇല്ല, ഞാൻ 73 വന്നല്ലേ. കല്യാണം കഴിച്ചു കഴിഞ്ഞു. പിന്നെ അതിനു പോയി ഞാൻ നാട്ടിലായിരുന്നു ജോലി. നമുക്ക് ആ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടെ തുടങ്ങാവേ. എവിടെ മുതലാ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങള് കല്യാണം കഴിച്ച കാര്യം പറയാനാണ്. കുടുംബത്തോട് പോവാം. ഞാനിതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പാട്ടൊന്നും അറിയത്തില്ല. ആ പറ്റി പറയാനാ. അല്ല ഇപ്പം ഞാൻ 1 2 3 പറയുമ്പോ പറയാം. അല്ല, അതത്രേ ഉള്ളൂ. 1 2 3 പറഞ്ഞ 1 2 3 പറയോ. 1 2